lesson. So we learned how Sadao went back to now okay. went back to the general and told him about the prisoner who he is looking after at his house. And the general, uh, he found, he also understands, he know that Sadao is an indispensable person. അപ്പോൾ സദാവിനെ ഒഴിച്ചുകൂടാൻ പറ്റത്തില്ല. കാരണം സദാവിനെ വിട്ടു കഴിഞ്ഞാൽ സദാവയ്ക്ക് ജനറലിന്റെ രോഗം അറിയാം, സദാവയ്ക്ക് ജനറലിന്റെ രോഗം സുഖപ്പെടുത്താൻ അറിയാം. അപ്പം ജനറൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് സദാവിനെ. General believes in Sadao. He trusts no one else, and only he trusts Sadao. Okay, and why? Because he was trained and he learned medicine from America. And Americans are sentimentalists, and they use their sentiments, emotions. They give importance to emotion. That is what the general believes. And all the other doctors who are better doctors are all surgeons, are all German trained, and they are ruthless. Even if the general dies during operation, they will deem the operation very successful. There are people like that. But Sadao is not like that. He gives emotions a great deal of importance. And he believes that it is his prime duty to take care of the patient under him and make him better in whatever way he can. അത് നമ്മൾ കണ്ടിരിക്കുന്നത് ആ ഒരു പ്രിസണറിനെ മരണത്തിന്റെ വക്കിൽ നിന്നും തിരിച്ചു കൊണ്ടുവന്ന സദാവുവിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഹൗ മച്ച് ഹി ഗിവ്സ് ഇമ്പോർട്ടൻസ് ടു ഹിസ് ഇമോഷൻസ് ആൻഡ് ഹൗ മച്ച് ഹി ഗിവ്സ് ഇമ്പോർട്ടൻസ് ടു ഹിസ് ജോബ്. ദാറ്റ് ഈസ് ഹിസ് the thing that he learned. ഞാനല്ല, that is not me. Okay. സോ അപ്പൊ ഇത്രയുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് സദാവോ എന്ന് പറയുന്നത് അദ്ദേഹം പഠിച്ചിരിക്കുന്നത്, അത് പഠിച്ചത് കാര്യങ്ങൾ അദ്ദേഹം പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് സദാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം അത് എക്വയർ ചെയ്തിരിക്കുന്നത് അമേരിക്കയിൽ പോയി പഠിച്ചപ്പോഴാണ്. He learned all these things when he went to America, and from there he imbibed all these values. Okay, showing all the എന്താണ് നീതി പുലർത്തുക, ചെയ്യുന്ന കാര്യത്തിൽ നീതി പുലർത്തുക എന്ന് പറയുന്നത് അദ്ദേഹം പഠിച്ചിരിക്കുന്നത് അവിടെ നിന്നാണ്. നേരെ മറിച്ച് ജർമ്മൻ ആൾക്കാരാണെങ്കിൽ അവരെന്ന് പറയുന്നത് അതിനത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, ഇമോഷൻസിന് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അപ്പം ജനറൽ പറയുന്നത് എന്താണ്, വാട്ട് ജനറൽ വാണ്ട്സ് ഇസ് സദാവ് ടു ബി as ruthless as the Germans and as also sentimental as the Americans. അത് രണ്ടും കൂടെ ഒത്തുചേർത്ത് കൊണ്ടുപോകാൻ സാധിക്കില്ലേ എന്ന് ജനറൽ ഒരു തവണ ചോദിക്കുന്നുണ്ട്. ആൻഡ് ബി ലൈക്ക് ദാറ്റ്. ആൻഡ് ഹി സജസ്റ്റ്, അവിടെ വെച്ചാണ് ബീങ് എ പേഴ്സൺ ഹു വാസ് ടോട്ട് അറ്റ് പ്രിൻസ്റ്റൺ എന്ന് പറയുന്ന സ്ഥലത്ത് പഠിച്ച ഒരു ജനറൽ ആയതുകൊണ്ട് തന്നെ ജനറലിന് സദാവുവിന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നാണ് ജനറൽ പറയുന്നത്. ഓക്കെ, ഈവൻ ദോ ദാറ്റ് ഇസ് എ മേഡ് അപ്പ് തിങ്, ഹി ഈസ് ഓൺലി കൺസേൺഡ് അബൌട്ട് ഹിസ് ഹെൽത്ത്. ജനറൽ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഹെൽത്തിന് മാത്രമാണ് ചിന്തിക്കുന്നത്, അല്ലാതെ മറ്റുള്ള കാര്യം സദാവോ എവിടെ പോകുന്നു, പക്ഷെ സദാവോനെ അദ്ദേഹത്തിന് കൊല്ലാനും പറ്റത്തില്ല. If it was not Sadao, if it was someone else, he would have gone to the gallows. ഉറപ്പായിട്ടും അദ്ദേഹത്തെ മരണദണ്ഡന തന്നെ നൽകുമായിരുന്നു. കാരണം എന്താണ്, he was doing a treason ആണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്, രാജ്യത്തിനെതിരായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, രാജ്യത്തിനെതിരെ പോരാടുന്ന ഒരു പൊരുതുന്ന അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യുന്ന ഒരു പ്രിസണർ ഓഫ് വാറിന് അദ്ദേഹം അഭയം നൽകുന്നു. അത് അഭയം നൽകുക മാത്രമല്ല, ഭരണത്തിന്റെ പക്കത്ത് നിന്ന് തിരിച്ചു കൊണ്ടുവരുന്നു. അപ്പൊ അങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് സദാവോ എന്ന് പറയുന്നത്. അപ്പൊ സദാവോ അത്രയ്ക്കും ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നില്ലെങ്കിൽ, ആ ജനറലിന്റെ ലൈഫിൽ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നില്ലെങ്കിൽ സദാവിന് എന്തായാലും ആ ജനറൽ പോയി പറഞ്ഞ ആ നിമിഷം തന്നെ അദ്ദേഹം കൊല്ലുമായിരുന്നു. അപ്പം അത് വ്യക്തമായിരുന്നു. ആൻഡ് അത് വ്യക്തമാകുന്നത് എങ്ങനെയാണ്, അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ജനറൽ തന്നെ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങൾ ഇൻഡിസ്പെൻസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. യു ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ മൈ ലൈഫ്, യു ആർ എ വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റി ഇൻ മൈ ലൈഫ്. നിങ്ങളല്ലാതെ വേറെ ഒരാളും എന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ പാടില്ല, കാരണം ഞാൻ ആരെയും വിശ്വസിക്കുന്നില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുള്ളത് എന്ന് അദ്ദേഹം തന്നെ സദാവിന്റെ അടുത്ത് പറയുന്നുണ്ട്. സോ ദീസ് ഓൾ തിങ്സ് ഹാപ്പൻ. ആൻഡ് ജനറൽ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നു, അസാസിൻസിനെ, അതായത് നിഞ്ചാസിനെ
വീട്ടിലേക്ക്, നിഞ്ചാസ് ആയിരിക്കില്ല, അസാസിൻസിനെ വീട്ടിലേക്ക് അയക്കാം. അവര് അദ്ദേഹത്തിന്റെ കീഴിൽ, അദ്ദേഹം ഒരു വലിയൊരു ജനറൽ ആണ്, ആൻഡ് അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് അസാസിൻസിനെ കൂടെ നിർത്തിയേ മതിയാവുകയുള്ളൂ. കാരണം എതിർപ്പുകൾ ഏതൊരു വിഭാഗത്തിനും ഉണ്ടാകുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന സമയമാണെങ്കിൽ അതിന് ഒരു എതിർപ്പ് എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കാം. അപ്പൊ ഈ എതിർപ്പിനെയൊക്കെ എന്താണ് നല്ല രീതിയിൽ നേരിടുക എന്നല്ല ചെയ്യാം, അല്ലാതെ മോശമായിട്ടുള്ള രീതിയിലും നേരിടാം. അങ്ങനെ അധികാരത്തിൽ ഇരിക്കുന്ന ആൾക്കാരുടെ ഒരു വലിയൊരു ആയുധം എന്ന് പറയുന്നത് ഗുണ്ടകളാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ്. ഒളിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ തെളിഞ്ഞിരിക്കുന്ന ഒരു എന്താണ് പറയാ, ഒരു സത്യം, വളരെ വ്യക്തമായിട്ടുള്ളൊരു എന്താണ്. കാരണം നമുക്ക് എല്ലാവർക്കും പല സിനിമകളിലാണെങ്കിലും പല വാർത്തകളിലാണെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും അത് തന്നെയാണ്. അതുപോലെ അധികാരത്തിലിരിക്കുന്ന സദാവും വിശ്വസിക്കുന്നത് അത് തന്നെയാണ്. അധികാരത്തിലിരിക്കുന്നവർക്ക്, പ്രത്യേകിച്ചും ജപ്പാൻ ഇപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ അധികാരത്തിലിരിക്കുന്നവർക്ക് അവരുടെ അധികാരം നിലനിർത്താനായിട്ട് ഇതുപോലുള്ള അസാസിൻസിന് അവരെ കൂടെ നിർത്തേണ്ട ഒരു ആവശ്യമായി വന്നിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലും സദാവുവിന്റെ ജനറലിന്റെ കയ്യിലും ജനറൽ ടക്കീമയുടെ കയ്യിലും ഇതുപോലുള്ള അസാസിൻസ്, he has got a lot of assassins with him, and he said that he will send two of them to Sadao's house in order to take care of the situation. ഈ ഒരു പ്രോബ്ലം ഇല്ലാതാക്കാനായിട്ട് രണ്ട് അസാസിൻസിനെ വിടുന്നതായിരിക്കും. And they are well trained to kill a person without the knowledge of anyone else around that person. മറ്റുള്ളവരുടെ ഒരു ശ്രദ്ധയിലും പോലും പെടാതെ ഈ ഒരു ആളെ, ഈ ഒരു വ്യക്തിയെ ഇല്ലായ്മ ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നതായിരിക്കും. So that is what the general tells him. He will send two assassins to his house, maybe the same day, same night, or any other night. Okay, it can happen any night. Okay, and Sadao doesn't have to know anything about it. Okay, ഒന്നും അറിയേണ്ട ആവശ്യമില്ല. You just have to open the door or window towards the exit. ആ ഒരു പുറമേക്കുള്ള വാതിൽ തുറന്നു വെച്ച് കഴിഞ്ഞാൽ അവരത് വന്ന് കാര്യം സാധിച്ച് അവരെ കൊന്ന് അദ്ദേഹത്തിന്റെ ബോഡി വരെ ഡിസ്പോസ് ചെയ്യാൻ പ്രാപ്തിയുള്ള വ്യക്തികളാണ്. ആൻഡ് അവരെന്ന് പറയുന്നത് ട്രെയിൻ ചെയ്തിരിക്കുന്നത്, വെൽ ട്രെയിൻഡ് ആണെന്നുള്ളത് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്? ദേ നോ ഹൗ ടു മേക്ക് എ പേഴ്സൺ ബ്ലീഡ് ഇന്റേണലി. ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടാക്കാനുള്ള ട്രിക്ക് ഒക്കെ അവർക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു തുള്ളി ചോര പോലും വീട്ടിനകത്ത് വീഴാതെ കാര്യം സാധിച്ച് അവർ ബോഡി വരെ മറവ് ചെയ്ത് അവര് വന്നു എന്നാണ് പറഞ്ഞത്. സോ സദാവോ ഫീൽസ് ദാറ്റ് ഈസ് വെരി ഗുഡ്. കാരണം അവിടെ പേട്രിയോട്ടിസം കിക്ക് ചെയ്ത് വന്നു. ഓക്കെ, അവിടെ ഒരു ഡോക്ടർ അല്ല, അവിടെ ഒരു പേട്രിയറ്റ് ആണ് ചിന്തിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ദ ബെസ്റ്റ് തിങ്. കാരണം ജനറൽ അടുത്ത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഹീസ് എൻ ഇന്നസെന്റ് പേഴ്സൺ. സദാവോ എന്ന് പറയുന്നത് വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം എന്ന് പറയുന്നത് ഒരു ഡോക്ടറാണ്. ഡോക്ടേഴ്സ് യൂഷ്വലി, സാധാരണ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് ഇന്നസെന്റ് ആണ്. കാരണം ദേ ഓൾ ഒരു ഒരു ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന സംഭവം അവരുടെ എല്ലാം ഉള്ളിലുള്ളത് കൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, വളരെ വളരെ നല്ല രീതിയിൽ ആൾക്കാരുടെ അടുത്ത് പെരുമാറുന്നു. സാധാരണ നമ്മൾ പറയാറുണ്ട്, ഒരു വളരെ നല്ലൊരു ഡോക്ടർ എന്ന് പറയുന്നത്, നമ്മളൊന്ന് പോയി നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും വരത്തില്ല, ഒരു പ്രശ്നവുമില്ല, ഇതൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ഭേദമാകും ഒരു ഡോക്ടർ പറയുമ്പോൾ തന്നെ ആ രോഗിയുടെ പകുതി അസുഖം വരെ മാറിപ്പോകും. Isn't it? Okay. So the people who are who have a human side, അതായത് ആശ്വസിപ്പിക്കാനും സ്വാന്തനിപ്പിക്കാനും പറ്റുന്ന ഒരു വ്യക്തിയാവണം ഒരു ഡോക്ടർ എന്ന് പറയാറുണ്ട്. സെയിം വേ അങ്ങനത്തെ ഒരു വ്യക്തിക്ക് മാത്രം, ഒരു റുത്ലെസ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരു കാലത്തും നല്ലൊരു ഡോക്ടറായി മാറാൻ പറ്റത്തില്ല. ഓക്കെ, യു ഹാവ് ടു ഹാവ് ദാറ്റ് ഹ്യൂമൻ കൈൻഡ്നെസ് ഇൻസൈഡ് യു. അപ്പം അങ്ങനെ ഒരു വ്യക്തിയാണ് സദാവ് എന്ന് പറയുന്നത്. ഓപ്പൺ മൈൻഡഡ് എന്ന് മാത്രമല്ല, ഓപ്പൺ മൈൻഡഡ് എന്നല്ല, എന്തും കേൾക്കാനുള്ള ഒരു ക്ഷമയുണ്ടാവണം. അത് ക്ഷമയോടുകൂടി കേട്ടതിന് ശേഷം അതിനുള്ള ഒരു എന്താണ് പറയാ, സാധാരണ ഒരു വ്യക്തി, ഒരു രോഗി എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ഡോക്ടറുടെ അടുത്തേക്ക് വരുന്നതാണ് പ്രശ്നങ്ങളുമായിട്ടാണ്. അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഓൾറെഡി ഒരു വലിയൊരു ഭയമുണ്ട്. ഈ ഭയം എന്ന് പറയുന്നതാണ് ഏതൊരു അസുഖത്തിനെയും കൂടുതലാക്കുന്നത്. ഏതൊരു അസുഖമായാലും അത് കൂടുതലാക്കുന്നത് ഭയമാണ്, മനുഷ്യന്റെ ഉള്ളിലെ ഭയമാണ്. അപ്പൊ ആ ഭയത്തിനെ ആദ്യം ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഡോക്ടറുടെ ആദ്യത്തെ കടമ എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ദ ഡോക്ടർ ഡസ് ഇസ് ഹി ടെൽസ് ദ പേഷ്യന്റ് ഡു നോട്ട് വറി, എവരിതിങ് വിൽ ബി ഓക്കെ, ആൻഡ് ഹി വിൽ ബി ബെറ്റർ സൂൺ, ഇറ്റ് ഈസ് നത്തിങ് സീരിയസ് അറ്റ് ഓൾ എന്ന് പറയുമ്പോൾ തന്നെ മനുഷ്യന്റെ ആ ഒരു രോഗിയുടെ മനസ്സുണ്ടാവും, ഒന്ന് സമാധാനിക്കും. അങ്ങനെ തന്നെ അപ്പൊ അതിന്റെ മുകളിൽ പിന്നെ ട്രീറ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ he will be very he will be okay very soon.
എന്നുള്ളതിനെയാണ്. സോ ജസ്റ്റ് ലൈക്ക് ദാറ്റ് സദാവും അതുപോലെ തന്നെയാണ്. സദാവുവിന്റെ ഉള്ളിൽ ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യത്വം ഉള്ളത് കൊണ്ട് തന്നെയാണ് സദാവു പ്രിസണർ ഓഫ് വാർ ആണെന്നുള്ളത് ഒരു ഇതുപോലും വകവെക്കാതെ ആ ഒരു വ്യക്തിയെ ചികിത്സിച്ചതും അത് ഭേദമാക്കിയതും എന്നുള്ളത്. ഓക്കെ, നമ്മൾ പറയും അദ്ദേഹത്തിന്റെ ജോലിയോടുള്ള ആത്മാർത്ഥത, അദ്ദേഹത്തിന്റെ ജോലിയിൽ അദ്ദേഹത്തിന് എക്സൽ ചെയ്യാനുള്ള ഒരു ത്വര, ഇതൊക്കെയാണ് അദ്ദേഹത്തെ ആ ഒരു പ്രിസണറിനെ പിടിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയത് എന്ന് നമുക്ക് പറയാം. പക്ഷെ അതല്ല എന്നുള്ളത് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഓവർ ഹിയർ. ഇവിടെയാണ് അത് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അവിടെ എന്താണ് ഫസ്റ്റ് ആദ്യം അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഒരു മരിക്കാൻ പോകുന്ന ഒരു വ്യക്തിയെയാണ് അദ്ദേഹം കണ്ടത്. അല്ലാതെ അവിടെ ഒരു അമേരിക്കനെയാണല്ലോ അല്ലെങ്കിൽ ജാപ്പനീസുകാരനെയോ അല്ലെങ്കിൽ ഒരു എന്താണ് പറയാ വെള്ളവർഗക്കാരനെയോ അല്ലെങ്കിൽ കറുത്ത വർഗ്ഗക്കാരനെയോ അങ്ങനെയല്ല അദ്ദേഹം അവിടെ വേർതിരിച്ചത്. അദ്ദേഹത്തിന്റെ സേവനം ആവശ്യമുള്ള ഒരു വ്യക്തി എന്ന് മാത്രമാണ് അദ്ദേഹം നോക്കിയത്. അല്ലാതെ വേറെ അവിടെ റേസോ കാസ്റ്റോ ക്രീഡോ ഒന്നും തന്നെ അദ്ദേഹം നോക്കിയില്ല. റിലീജിയനോ ഒന്നും തന്നെ അദ്ദേഹം നോക്കിയിട്ടില്ല. ദാറ്റ് ഈസ് ഹൗ എ ട്രൂ ഡോക്ടർ ഷുഡ് ബി. ഡോക്ടേഴ്സിന്റെ ഒരു ഓത്ത് ഉണ്ടല്ലോ, എന്താണ് ഹിപ്പോക്രട്ടസ്, എന്താണ് അദ്ദേഹത്തിന്റെ പേര്, ഐ ഡോണ്ട് റിമെമ്പർ ഹു ഇറ്റ് ഈസ്. ഒരു ഓത്ത് ഉണ്ട് ഡോക്ടേഴ്സ് ഒക്കെ എടുക്കേണ്ട ഒരു ഡോക്ടേഴ്സ് ആവുന്നതിന് മുമ്പ്. അതിൽ പ്രത്യേകമായിട്ട് പറയുന്നതും ഇത് തന്നെയാണ്. നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ജാതിയോ മതമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വർഗമോ ഒന്നും തന്നെ നോക്കാതെ അദ്ദേഹത്തിന് എന്താണോ ചികിത്സ വേണ്ടത് അത് അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് തന്നെ നൽകാൻ നിങ്ങൾ ശ്രമിക്കണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഓത്ത് തന്നെ അവരെടുക്കുന്നത്. സോ ദീസ് ഓൾ തിങ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ആൻഡ് അവസാനം അവർ തീരുമാനിക്കുന്നത് എന്താണ്? ഇവിടെ വേറൊരു കാര്യമുണ്ട്. അപ്പൊ എന്തുകൊണ്ട് സദാവു ഇങ്ങനെ ചിന്തിച്ചു? എന്തുകൊണ്ട് ജനറൽ എന്ന് പറയുന്ന വ്യക്തി ആ ഒരു ഇത് പറഞ്ഞപ്പോ വേണ്ട അങ്ങനെ ചെയ്യണ്ട എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വേറൊരു സംഭവം. അവന്റെ ഫാമിലി, അവന്റെ ഭാര്യയ്ക്ക് അവൻ നൽകിയിരുന്ന വാക്ക്, സദാവും ഭാര്യയ്ക്ക് ഒരു വാക്ക് നൽകിയിട്ടാണ് വന്നിരിക്കുന്നത്. ഭാര്യയുടെ വിഷമം അദ്ദേഹത്തിന് കാണാൻ പറ്റുന്നില്ല. ഷീ ഈസ് ഹാവിങ് ലോട്ട് ഓഫ് പ്രോബ്ലംസ്. ആ ഒരു വ്യക്തി അവരുടെ വീട്ടിലേക്ക് വന്നതിന് ശേഷം സദാവു എപ്പോഴും അദ്ദേഹത്തിന്റെ കാര്യം മാത്രമാണ് ചിന്തിച്ചത്. അദ്ദേഹം എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ സുഖപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ചിന്തിച്ചത്. അദ്ദേഹത്തിന്റെ കഴിവുകൾ പരമാവധി ഉപയോഗിച്ച് അദ്ദേഹത്തെ സുഖപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ടോം എന്ന് പറയുന്ന ആ ഒരു വ്യക്തി എത്രയും പെട്ടെന്ന് തന്നെ സുഖപ്പെടുത്തുക എന്നുള്ളതാണ് സദാവു ശ്രമിച്ചുകൊണ്ടിരുന്നത്. അവിടെ സദാവു ഭാര്യയെ കുറിച്ച് ചിന്തിച്ചില്ല, വീട്ടിലെ രണ്ട് മക്കളെ കുറിച്ച് ചിന്തിച്ചില്ല. അതൊക്കെ ചിന്തിച്ചത് ആരാണ്? ഹന മാത്രമാണ്. ഹനയാണ് മക്കളെ കുറിച്ച് ചിന്തിച്ചത്. രണ്ട് പിഞ്ചു മക്കളാണ് ഉള്ളത്. അവർ കുടുംബത്തിന്റെ പേരിനെ കുറിച്ച് ചിന്തിച്ചത് അവിടെ ഹന്ന മാത്രമാണ്. അപ്പൊ ഹന അതൊക്കെ ചിന്തിച്ച് ഏകദേശം എന്താണ്, ഷീസ് അറ്റ് ദ ബ്രേക്കിംഗ് പോയിന്റ് ആണ്. അവർക്ക് എന്താണ് ചെയ്യേണ്ടത്, ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് പോലും അറിയുന്നില്ല. ഒരു യൂണിഫോം ഇട്ട ഒരു വ്യക്തി വീട്ടിലേക്ക് വന്നപ്പോൾ തന്നെ എന്താണ് ഭയത്തിന്റെ ഏറ്റവും മൂർധന്യത്തിൽ നിന്നുപോയ ഒരു ഹെന്നയാണ്. തോറ്റ് ഇരുന്നു പോയി ഹെന്ന രാത്രി. അപ്പം അത്രയും ഒരു സിറ്റുവേഷൻ, അത്രയും ഒരു ടെർമോയിലിൽ കൂടെ ഹെന്ന കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് സദാവ് മനസ്സിലാക്കാൻ കുറച്ച് ലേറ്റ് ആയി. ആൻഡ് ദാറ്റ് ടൈം, അതുകൊണ്ടാണ് സദാവ് ഈ ഒരു തീരുമാനത്തിലേക്ക് വന്ന് ചേരുന്നത്. When the general suggests that he will send assassins to take care of the prisoner of war, Sadao agrees to it because he is in love with Hannah that much. അപ്പോഴാണ് ഹന്നയെ കുറിച്ച് അവൻ ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ തീരുമാനിച്ചു. ആൻഡ് സദാവ് റിട്ടേൺസ് ഫ്രം the general's place, making a plan in his mind, and he decides to not tell Hannah anything at all. കാരണം ഹന എന്ന് പറയുന്നത് സാധാരണ ഒരു ജാപ്പനീസ് ട്രഡീഷണൽ പെണ്ണാണ്. അതുകൊണ്ട് തന്നെ പെണ്ണുകളാകുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സ്വന്തം വീട്ടിൽ വെച്ച് ഇങ്ങനെ നടത്താൻ പാടില്ല എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടാവും. ഷീ വുഡ് ബി ടിമിഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആ ഒരു വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഓഥർ. കാരണം ടിമിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഷോയിങ് എ ലാക്ക് ഓഫ് കറേജ്. അതിന് ധൈര്യം കാണിക്കില്ല അവര്. ഓക്കെ, അതിനൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല അവർക്ക്. ദ ഐഡിയ ഓഫ് അസാസിൻസ് ഇൻ ദ ഹൗസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി പ്ലാൻ ചെയ്ത് ഹനയുടെ അടുത്തൊന്നും തന്നെ പറയേണ്ട, അവൾ ഒന്നും തന്നെ അറിയേണ്ട ആവശ്യവുമില്ല. കാരണം എപ്പോഴും തുറന്നു കിടക്കുന്ന ഒരു വാതിലാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ കിടക്കുന്നത്. ടോം എന്ന് പറയുന്ന പ്രിസണർ ഓഫ് വാർ കിടക്കുന്ന ആ റൂം എപ്പോഴും പുറമേക്കുള്ള വാതിൽ എപ്പോഴും തുറന്നാണ് കിടക്കാറുള്ളത്. കാരണം ഇപ്പോൾ വളരെ വാം ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ്. അതുകൊണ്ട് തന്നെ കാറ്റ് അകത്തേക്ക് കിടക്കാനായിട്ട് ആ ഭാഗത്തുള്ള വാതിൽ എപ്പോഴും തുറന്നു തന്നെയാണ് കിടക്കാറുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് തിരിച്ച്
വീട്ടിലേക്ക് വരുന്ന സിറ്റുവേഷനിൽ ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം നിർത്തിയത്. ആൻഡ് വി വിൽ കണ്ടിന്യൂ ഫ്രം there. Okay. So Sadao returns back to his house and decides not to tell anything to Hannah at all. Okay, and he refused to allow anything but reason to be the atmosphere of his mind as he went into the room where the American was in bed. Okay, വേറെ ഒന്നും തന്നെ മനസ്സിലേക്ക് കൊണ്ടുവന്നില്ല. അദ്ദേഹം ജനറൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. കാരണം ജർമ്മൻസിന്റെ അണ്ടറിൽ ട്രെയിൻ ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് റൂത്ത്ലെസ് ആണ്. അപ്പൊ അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു, വേറെ എന്റെ ഇമോഷൻസ് ഒന്നും തന്നെ ഞാൻ എന്റെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല, എന്റെ സെന്റിമെന്റ്സ് ഒന്നും തന്നെ ഞാൻ എന്റെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല. ഐ വാണ്ട് ഓൺലി റീസൺ. ഐ ആം എ പാട്രിയറ്റ്, ഐ ആം എ ജാപ്പനീസ് ആൻഡ് ഓൾ അമേരിക്കൻസ് ആർ മൈ എനിമീസ് എന്നുള്ള കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് അമേരിക്കൻ കിടക്കുന്ന ആ റൂമിലേക്ക് അദ്ദേഹം പോകുന്നത്. ഹി refused to allow anything but reason to be the atmosphere of his mind as he went into the room where the American was in bed. As he opened the door, to his surprise, he found the young man out of bed and preparing to go into the garden. കാരണം വേറെ ഒന്നും തന്നെ അദ്ദേഹം മനസ്സിലേക്ക് കൊണ്ടുവരുന്നില്ല. അദ്ദേഹം എന്തായാലും അസാസിൻസ് വന്ന് ആ ഒരു അമേരിക്കനെ കൊല്ലാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അത് തന്നെ നടക്കട്ടെ എന്നുള്ള രീതിയിൽ വേറെ ഒന്നും തന്നെ ഒരു സെന്റിമെന്റ്സ് എന്റെ മനസ്സിലേക്ക് ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തീരുമാനിച്ച് ആ റൂമിലേക്ക് പോയപ്പോൾ അദ്ദേഹം കാണുന്ന കാഴ്ച എന്താണ്? ആ അമേരിക്കന് എണീച്ച് നിൽക്കുന്നു. എണീച്ച് നിൽക്കുക മാത്രമല്ല, അദ്ദേഹം ഗാർഡനിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളെ നടത്തുകയാണ്. വാട്ട് ഇസ് ദിസ്? ഹി എക്സ്ക്ലെയിംഡ്. Who gave you permission to leave your room? എന്താ നീ കാണിച്ചിരിക്കുന്നത്? നിനക്ക് ഇവിടുന്ന് റൂമിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള അധികാരം ആരാ തന്നത് നിനക്ക്? I am not used to waiting for permission, Tom said gaily. ടോം പറയാണ്, ഞാൻ അങ്ങനെ ആരുടെയും പെർമിഷന് വേണ്ടി കാത്തു നിൽക്കാറൊന്നുമില്ല. അമേരിക്കൻസിന്റെ സ്വഭാവം. I am not used to waiting for permission. Okay, Tom said gaily. Gaily എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടു കൂടി ഒന്ന് തിരിച്ചുകൊണ്ട് ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള രീതിയിൽ സംസാരിച്ചു. ഗോഷ്, ഐ ഫീൽ പ്രിറ്റി ഗുഡ് അഗെയിൻ, ബട്ട് വിൽ ദ മസിൽസ് ഓൺ ദിസ് സൈഡ് ഓൾവേസ് ഫീൽ സ്റ്റിഫ്? അപ്പൊ പുള്ളിക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എനിക്കിപ്പോഴേ എനിക്കിപ്പോഴേ നല്ല സുഖം തോന്നുന്നു. ഓക്കെ, ബട്ട് വിൽ ദ മസിൽസ് ഓൺ ദിസ് സൈഡ് ഓൾവേസ് ഫീൽ സ്റ്റിഫ്? അപ്പം എനിക്ക് തോന്നുന്നു വെടികൊണ്ട ഭാഗത്തുള്ള മസിൽസിന് എന്തോ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് പുള്ളിക്ക്. അപ്പൊ പുള്ളി പറഞ്ഞു, എന്റെ ഈ സൈഡിലുള്ള മസിൽസ് ഇപ്പോഴും സ്റ്റിഫാണ്, വളരെ ഇങ്ങനെ സ്റ്റിഫ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണുള്ളത്. അപ്പോഴാണ് വീണ്ടും സദാവിന്റെ ഉള്ളില് സദാവ് എന്താണ് തീരുമാനിച്ചത്? വേറെ റീസൺ മാത്രമേ എന്റെ മനസ്സിലുള്ളൂ, വേറെ സെന്റിമെന്റ്സ് ഒന്നും അവിടെ കിക്ക് ഇൻ ചെയ്യില്ല. ഇത് കേട്ടതോടുകൂടി ആ റീസണിങ് എല്ലാം പോയി പുള്ളിയുടെ മനസ്സിൽ നിന്ന്. വീണ്ടും പഴയ സദാവുമായി മാറി. Is it so? സദാവ് inquired, surprised. He forgot all else. മറ്റുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം മറന്നുപോയി. വീണ്ടും പഴയ സദാവുമായി മാറി. Now, I thought I had provided against that. ഞാൻ വിചാരിച്ചത്, കാരണം he is a doctor first, guys. അത് ആദ്യം മനസ്സിലാക്കുക. He is a human being first. അദ്ദേഹം ഈ ഒരു ലോകത്ത് ഈ ലോകത്തുള്ള ഏതൊരു രാജ്യത്തുള്ള ആൾക്കാരുടെയും കൈ മുറിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ കാല് മുറിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ തല വെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ ചോര പുറത്തേക്ക് വരുന്നത് ഇത് തന്നെയാണ്, ചുവപ്പ് കളറിലാണ് പുറത്തേക്ക് വരുന്നത്. ഓക്കെ, They're all human beings. അത് അവരുടെ മുടിയുടെയും സ്കിന്നിന്റെയും കളറൊക്കെ ചെറുതായിട്ടൊന്ന് വ്യത്യാസം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അവരാരും മനുഷ്യരല്ലാതാവുന്നില്ല. They are all human beings. They are all human beings. Okay. അപ്പം വേറെ വേറെ ഭാഷകൾ സംസാരിക്കുന്നു, വേറെ വേറെ വസ്ത്രങ്ങൾ ധരിക്കുന്നു, വേറെ വേറെ ഇത് ശരീരത്തിന്റെ നിറം നമ്മൾ ഒന്നും കുത്തിവെച്ചിട്ടുണ്ടായതല്ലല്ലോ. നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവന്നതല്ലല്ലോ ഈ ശരീരത്തിന്റെ നിറം എന്ന് പറയുന്നത്. അത് നമുക്ക് ലഭിച്ചതാണ്, അത് നമ്മുടെ തെറ്റല്ല. നോട്ട് അവർ ഫോൾട്ട് ദാറ്റ് someone is born black and someone is born white. ഓക്കെ, സോ അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഇദ്ദേഹം ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബീങ് ആണ് സദാവ് എന്ന് പറയുന്നത്. Then only he is a Japanese. Then only he is any tribe or any caste or creed or religion, whatever it may be. Okay, is it so? Sadao inquired, surprised. എല്ലാം മറന്നുപോയി പിന്നെ പുള്ളി. Now I thought I had provided against that. ഞാൻ അതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടാകുന്നുള്ള വിചാരിച്ചത് എന്ന് പുള്ളി ഇങ്ങനെ murmured. കുശുകുശുക്കി. He lifted the edge of the man's shirt and gazed at the healing scar. Massage may do it, he said.
If exercise does not, ഇത് മസാജ് ചെയ്താൽ ശരിയാവുന്നതാണ്. അപ്പൊ ഏകദേശം മുറിവൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ആൻഡ് പുള്ളി അത് കണ്ടപ്പോൾ പുള്ളിക്ക് മനസ്സിലായത് മസാജ് കൊണ്ട് മാറാവുന്നേ ഉള്ളൂ. എക്സസൈസ് ചെയ്തിട്ട് മാറുന്നില്ലെങ്കിൽ ഇത് മസാജ് ചെയ്താൽ മാറാവുന്നേ ഉള്ളൂ. It won't bother me much, the young man said. His young face was gaunt under the stubby blonde beard. അപ്പം his young face was gone. Okay, lean and haggard എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Especially because of suffering, hunger or age. ഓൾറെഡി കുറെ കാലമായിട്ട് ഭക്ഷണം മര്യാദയ്ക്ക് കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ലീൻ ആയിട്ടുണ്ട്. വളരെ മെലിഞ്ഞ് ഉണങ്ങിയ മുഖമാണ് അദ്ദേഹത്തിനുള്ളത്. ഹി വാസ് നോട്ട് ലൈക്ക് ദാറ്റ് ബിഫോർ എന്നുള്ളത് ഒരു നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കാരണം ഹി വാസ് എ പ്രിസണർ ഓഫ് വാർ ആൻഡ് ദേ വർ ട്രീറ്റഡ് തൊലിയൻ. തൊലിയൻ. ഓക്കെ. മലയാളത്തിലുള്ള വാക്ക് കിട്ടിയല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും. അതേ ഒരു തൊലിയനാണ്. Face was gone. തൊലിയൻ. Under the stubby blonde beard. Say, doctor, I have got something I want to say to you. If I hadn't met a Jap like you, well, I wouldn't be alive today. I know that. ഡോക്ടർ, എനിക്ക് നിങ്ങളോട് കുറെ ദിവസമായിട്ട് ഒരു കാര്യം പറയണമെന്നുണ്ട്. പക്ഷെ ഞാൻ എന്തായാലും ഇത് പറയാണ്, എന്ന് പറയാം. നിങ്ങളെ പോലെ ഒരു ജാപ്പനീസുകാരനെ ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ജീവനോടെ എനിക്കത് അറിയാം. സദാവ് bowed, but he could not speak. അത് ജാപ്പനീസുകാരനാണ്. ജാപ്പനീസുകാർക്ക് ഈ കസ്റ്റംസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ താങ്ക് യു എന്ന് പറയുന്നതിന് പകരം അവർ ബോഡി കൊണ്ടാണ് അവർ കാണിക്കാറുള്ളത്. അവർ ചെറുതായിട്ടൊന്നും വണങ്ങും. ഓക്കെ. അപ്പൊ അതേപോലെ തന്നെ സദാവ് വണങ്ങി, ഒന്നും തന്നെ മിണ്ടിയില്ല. ഷുവർ, ഐ നോ ദാറ്റ്. ശരിക്കും എനിക്കറിയാം. Tom went on warmly. His big thin hands gripping a chair were white at the knuckles. അപ്പം പുള്ളി ഫുള്ള് ശക്തി ഉപയോഗിച്ചിട്ടാണ് കാര്യങ്ങൾ സംസാരിക്കുക. ഹീസ് നോട്ട് ഫുള്ളി റിക്കവേർഡ്. ഈസ് നോട്ട് ഫുള്ളി റിക്കവേർഡ് ഫ്രം ഹിസ് ഇഞ്ചുറീസ്. അതുകൊണ്ട് ഫുള്ളി ഇങ്ങനെ ഒരു ചെയറിന്റെ മുകളിൽ താങ്ങി നിന്നിട്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ ശക്തി കൊടുക്കുന്നതിനനുസരിച്ചിട്ട് അദ്ദേഹത്തിന്റെ കൈകളൊക്കെ ചോര ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ട് അതൊക്കെ വെള്ള നിറമായിട്ട് നക്കിൾസ്. നക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് എ നക്കിൾ? ഈ നമ്മൾ കൈ ഇങ്ങനെ മുഷ്ടിയാക്കി ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുകളിൽ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന സംഭവമാണ് നക്കിൾസ് എന്ന് പറയുന്നത്. ഓക്കെ. നമ്മൾ സാധാരണ അത് അങ്ങനെ നക്കിൾസ് ആക്കിയിട്ട് നമ്മൾ കൗണ്ട് ചെയ്യും. എന്ത്? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ കൗണ്ട് ചെയ്യാറില്ലേ? അങ്ങനെ കൗണ്ട് ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഏത് മാസത്തിലെ 30 ദിവസം ഉണ്ട്, ഏത് മാസത്തിലാണ് 31 ദിവസം എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ പിടിക്കും. ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മൾ പറയും ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതിനൊക്കെ 31 ദിവസം, പൊങ്ങി നിൽക്കാത്തതിന് 30 ദിവസം, ഫെബ്രുവരി ഒഴികെ. അങ്ങനെയാണ് സാധാരണ കൗണ്ട് ചെയ്യുന്നത്. ഇതിനാണ് നക്കിൾസ് എന്ന് പറയുന്നത്. ദിസ് ഈസ് നക്കിൾസ്. അറിയില്ലേ? നമ്മൾ പണ്ട് ഇത് ചെറുപ്പത്തിലൊന്നും നിങ്ങളെ പഠിപ്പിച്ചില്ല. ഈസി വേ ടു റിമെമ്പർ. ജനുവരി, ഫെബ്രുവരി. ജനുവരി 31 ഡേയ്സ്, ഫെബ്രുവരി 30 ഡേയ്സ് ആൻഡ് ബിലോ. അങ്ങനെയാണ് വരുന്നത് അല്ലെ? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ. ജൂലൈയിലും 31 ഉണ്ടാവും, ഓഗസ്റ്റിലും 31 ഉണ്ടാവും. റൈറ്റ്? ഓക്കെ. 31 ഓഗസ്റ്റ്, സെപ്റ്റംബർ, നവംബർ. അങ്ങനെയാണ് നമ്മൾ 31 ഡേയ്സ് എത്രയാണ്? ഈ ട്രിക്ക് ഒന്നും നിങ്ങൾ പഠിച്ചിട്ടേ ഇല്ല. നിങ്ങളൊന്നും ചെറുപ്പത്തിൽ ഒക്ടോബറിൽ എത്ര? അപ്പൊ ഒക്ടോബറിൽ എത്ര എന്ന് പറയുന്നത്? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ. ഒക്ടോബർ 31. ഒക്ടോബർ പറഞ്ഞ് ഒക്ടോബർ, നവംബർ, ഡിസംബർ. അതല്ലേ ഇവിടെ എത്തുന്നത്? ഡിസംബർ ഇവിടെ എത്തുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെ. അപ്പോ ഇതിനാണ് നക്കിൾസ് എന്ന് പറയുന്നത്. These are called knuckles. ഓക്കെ. ഇതിനാണ് നക്കിൾസ് എന്ന് പറയുന്നത്. ആണോ? തന്നെ ഞാൻ പറഞ്ഞു വിട്ടുപോയത്. അപ്പോ ഇതിനെ നക്കിൾസ് എന്ന് പറയുന്നത്. These are called knuckles. Knuckles of a. അപ്പൊ ഇതിന് നക്കിൾ ഡസ്റ്റർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് എന്ന് പറയാം ഇടിക്കട്ട എന്ന് പറയുന്ന ഒരു സംഭവമില്ലേ? അതിനാണ് നക്കിൾ ഡസ്റ്റർ എന്ന് പറയുക. നക്കിൾ ഡസ്റ്റർ എന്ന് പറയുക. അത് ഇവിടെ ഇങ്ങനെ ഈ നക്കിൾസിനെ വേദനിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന സംഭവമാണ് ഇടിക്കട്ട എന്ന് പറയും. ഈ വിരലിൽ ഇങ്ങനെ ഇട്ടതിന് ശേഷം ഇടിക്കും. അതാണ് ഇടിക്കട്ട. അതാണ് നക്കിൾ ഡസ്റ്റർ എന്നാണ് അതിന് പറയുന്നത്. ഓക്കെ. അപ്പം ഇടിവളയല്ല, ഇടിവള വേറെയാ. അത് ഈ സർദാർജികളുടെ കയ്യിൽ കാണുന്നതാണ് ഇടിവള. ഇടിക്കട്ട എന്ന് പറയുന്നത് കണ്ടിട്ടുണ്ട്. ഓക്കെ.
അപ്പം സോ നക്കിൾസ്, ഈ നക്കിൾസ് ഒക്കെ ഇങ്ങനെ വെള്ളയായി വെള്ളയായി വന്നു തുടങ്ങി. ബിക്കോസ് അദ്ദേഹം അത്രയും സ്ട്രെയിൻ എടുക്കുന്നുണ്ട്. ഈസ് ടേക്കിംഗ് ലോട്ട് ഓഫ് സ്ട്രെയിൻ ടു ഹോൾഡ് ഹിംസെൽഫ് അപ്പ്. ഐ ഗെസ് ഇഫ് ഓൾ ദ ജാബ്സ് വെർ ലൈക്ക് യു, there wouldn't have been a war. Perhaps, ചിലപ്പോ ഐ ഗെസ്, ഞാൻ വിചാരിക്കുന്നത് ഇപ്പം നിങ്ങൾ ഈ ജാപ്പനീസ് എല്ലാ ജാപ്പനീസുകാരും ഇതുപോലെ ആയിരുന്നെങ്കിൽ ഒരു കാലത്തും ഒരു യുദ്ധം ഉണ്ടാവുമായിരുന്നില്ല. തനി അമേരിക്കൻ ചിന്താഗതി അല്ലേ? അവരെ പറ്റി ചിന്തിക്കുന്നത്. ദേ ആർ നോട്ട് തിങ്കിങ് അബൌട്ട് ദം. അമേരിക്കൻസിനെ പറ്റി ചിന്തിക്കുന്നത്. ഇഫ് അമേരിക്കൻസ് വെർ ഓൾ ലൈക്ക് സദാവ്, നോ വാർ. തങ്കപ്പെട്ട മനുഷ്യൻ അല്ലേ? ടിപ്പിക്കൽ അമേരിക്കൻ. Perhaps, Sadao said with difficulty, and now I think you had better go back to bed. അതായത് നിങ്ങൾ ഇനി തിരിച്ചെന്ന് ഇനി ഉറങ്ങാൻ പോയിക്കോളും. നിങ്ങൾ എണീച്ചധികം നടക്കണ്ട. ഡോണ്ട് സ്ട്രെയിൻ യുവർ സെൽഫ് മച്ച്. ഇറ്റ് വിൽ ഡു വെരി ഹാം ഫോർ യു. He helped the boy back into bed and then again, oh, തല വീണ്ടും കുനിച്ചു. ഗുഡ് നൈറ്റ്, he said. ജാപ്പനീസുകാര് ചെയ്യുന്നത് പോലെ അവരുടെ ട്രഡീഷന്റെ ഭാഗമായിട്ടുള്ള ഗുഡ് നൈറ്റ് പറഞ്ഞു. സദാവ് slept badly that night. ശരിയാ, ഉറപ്പല്ലേ, ഉറങ്ങത്തില്ല. കാരണം എന്താണ്? അറിയാം, സദാവിന് അറിയാം അസാസിൻസ് ഏത് നിമിഷം വേണമെങ്കിലും വരാം. ഈ രാത്രിയോ അടുത്ത രാത്രിയോ ഏത് രാത്രിയിലാണ് വരുന്നതെന്ന് അറിയത്തില്ല സദാവിന്. പക്ഷെ ഏത് നിമിഷം വേണമെങ്കിലും വരാം. സോ മനസമാധാനം അങ്ങ് പോയി കിട്ടി സദാവിന്റെ. He slept very badly there. Time and time again he woke, thinking he heard the rustling of footsteps, the sound of a twig broken or a stone displaced in the garden, a noise such as men might make who carried a burden. അപ്പൊ പുള്ളി ഇങ്ങനെ ഫുൾ ഇങ്ങനെ മനസ്സിൽ തന്നെയാണ്. അസാസിൻസ് വരുന്നു, അവനെ കൊല്ലുന്നു, അവന്റെ ബോഡി എടുത്ത് കൊണ്ടുപോകുന്നു. അസാസിൻസ് വരുന്നു, കൊല്ലുന്നു, ബോഡി എടുത്ത് കൊണ്ടുപോകുന്നു. അസാസിൻസ് വരുന്നു, കൊല്ലുന്നു, ബോഡി എടുത്ത് പോകുന്നു. അസാസിൻസ് വരുമോ, കൊല്ലുമോ, ബോഡി എടുത്ത് പോകുന്നു. അസാസിൻസ് വരുമായിരിക്കുമോ, കൊല്ലുമായിരിക്കുമോ, ബോഡി എടുത്ത് പോകുമായിരിക്കുമോ? ഇത് തന്നെയായി ഫുൾ ടൈം. അസാസിൻസ് വരുമോ, കൊല്ലുമോ, ബോഡി കൊണ്ടുപോകുമോ എന്നുള്ള ചിന്ത. ഇത് തന്നെയാണ് അല്ലെ? മനസമാധാനം പോയി കിട്ടി. നല്ലൊരു മനുഷ്യനായിരുന്നു സദാവ്. നല്ലൊരു മനുഷ്യനായിരുന്നു സദാവ്. അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു കളങ്കം വന്നു. He was influenced by the general and he decided to do something that he might not have done any time. So let's start. നമ്മളപ്പം ഇന്നലെ നിർത്തിയെടുത്ത് തന്നെ നമുക്ക് തുടങ്ങാം. The enemy by Pearl as Buck, അതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. And by today we will I think that this will be over by today. ഓക്കെ, അപ്പൊ എന്തായാലും എനിമിയില് സദാവ് ചികിത്സിക്കാനായിട്ട്, അമേരിക്കനെ ചികിത്സിക്കാനായിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. വീട്ടിലേക്ക് കൊണ്ടുവരുന്നതോടുകൂടി അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും കഷ്ടതകൾ കൂടുകയാണ്. സെർവൻസ് എല്ലാവരും ഇറങ്ങിപ്പോകുന്നു. ആൻഡ് സദാവ് അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിക്കാനായിട്ടുള്ള ഒരു അവസരം മുതലെടുത്ത് അമേരിക്കനെ ഭേദപ്പെടുത്തുന്നു. അതിനുശേഷം ഹന്നയുടെ ഭാര്യയുടെ വിഷമതകൾ കണ്ടു മനസ്സിലാക്കിയ സദാവ് തീരുമാനിക്കുന്നു പ്രിസണർ ഓഫ് വാറിനെ ഏൽപ്പിക്കാം എന്നതിന്. അതിനായിട്ട് അദ്ദേഹം ജനറൽ അടുത്തേക്ക് പോകുന്നു. ജനറൽ അടുത്തേക്ക് പോകാനായിട്ടുള്ള ഒരു അവസരം അദ്ദേഹത്തിന് വന്നു ചേരുന്നു. ജനറൽ അടുത്ത് പോയി അദ്ദേഹം എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു. ജനറൽ അദ്ദേഹത്തിനെ സമാധാനിപ്പിക്കുന്നു. ആൻഡ് അദ്ദേഹത്തിന് ജനറലിന് സദാവിനെ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ കൊല്ലാനോ അല്ലെങ്കിൽ തൂക്കിലേറ്റാനോ അദ്ദേഹം നിൽക്കുന്നില്ല. അതിന് പകരമായി അദ്ദേഹത്തിന്റെ സ്വന്തം അസാസിൻസ്, പ്രൈവറ്റ് അസാസിൻസിനെ ഉപയോഗിച്ചിട്ട് ആ ഒരു പ്രിസണർ ഓഫ് വാറിനെ ഇല്ലായ്മ ചെയ്യാനായിട്ടുള്ള ഒരു തന്ത്രം പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് സദാവ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. പക്ഷെ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സദാവിന് മനസമാധാനം ഇല്ലായിരുന്നു. കാരണം എപ്പോൾ വേണമെങ്കിലും അസാസിൻസ് വരാമെന്നുള്ള ചിന്തയിൽ അദ്ദേഹത്തിന് ഉറക്കം നഷ്ടപ്പെടുകയാണ്. അങ്ങനെ വീണ്ടും അദ്ദേഹം തീരുമാനിക്കുകയാണ്. 2-3 ദിവസങ്ങൾ കാത്തിരുന്നതിന് ശേഷം അസാസിൻസ് വരുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം തീരുമാനിക്കുകയാണ്, എങ്ങനെ ഇനി അങ്ങോട്ടേക്ക് മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കില്ല. ഈ ഒരു സ്ട്രെയിൻ എടുക്കാൻ അദ്ദേഹത്തിന് കൊണ്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ പ്രിസണർ ഓഫ് വാറിന് എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുന്നു. അതിനായി അദ്ദേഹം പറയുന്ന ഒരു തന്ത്രം എന്ന് പറയുന്നത് ബോട്ട് എടുത്ത് തൊട്ടടുത്ത് തന്നെ അഷോറിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഐലൻഡിലേക്ക് പോകാനും അവിടെ നിന്ന് കൊറിയൻ ബോട്ട്സിന്റെ സഹായത്താൽ അവിടെ നിന്ന് രക്ഷപ്പെടാം എന്നുള്ള ഒരു തന്ത്രം പറഞ്ഞു കൊടുക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ അവിടുന്ന് പറഞ്ഞയക്കാനായിട്ട്
തീരുമാനിക്കുകയും ഇത്രയുമാണ് അദ്ദേഹം തന്ത്രങ്ങൾ മെനഞ്ഞ് ഉണ്ടാക്കിയിരിക്കുന്നത്. So till there we reached yesterday and we have to continue from there, അല്ലെ? അദ്ദേഹം ആദ്യം കുറച്ചൊക്കെ തയങ്ങുമെങ്കിലും ടോം എന്ന് പറയുന്ന അമേരിക്കൻ അദ്ദേഹത്തിന്റെ ഹോസ്റ്റിന്, അതായത് സദാവോയ്ക്ക് കൂടുതൽ കഷ്ടതകളൊന്നും നൽകേണ്ട ആവശ്യമില്ല എന്നതിന്റെ ഭാഗമായി അദ്ദേഹം അവിടെ നിന്നും പോകാനായിട്ട് തീരുമാനിക്കുന്നു. So this is what we reached yesterday. The young man nodded in perfect comprehension. Okay, he said simply. Sadao did not see him again until evening. As soon as it was dark, he had dragged the stout. Sorry, idallalo. ഇവിടെ. അപ്പം the young man stared at him slowly, comprehending. Do I have to? ചോദിക്കുന്നു. അതിനുശേഷം യെസ്, നിങ്ങൾ പോയേ മതിയാവുകയുള്ളൂ എന്നുള്ള രീതിയിൽ പറയുന്നു. നിങ്ങൾ പോയേ മതിയാവുള്ളൂ. I think so, Sadao said gently. You understand? It is not hidden that you are here. നിങ്ങൾ ഇവിടെയുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന ഒരു രഹസ്യമല്ല, അറിയാത്ത ഒരു രഹസ്യമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാം പരസ്യമായിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം അദ്ദേഹം ജനറൽ അടുത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ എന്തായാലും എല്ലാവരും അറിഞ്ഞിരിക്കുന്നു സദാവിന്റെ വീട്ടിൽ ഒരു അമേരിക്കൻ ഉണ്ട് എന്നുള്ള കാര്യം. The young man nodded in perfect comprehension. Okay, he said simply. Sadao did not see him again until evening. As soon as it was dark, he dragged the stout boat down to the shore, and in it he put food and bottled water that he had bought secretly during the day, as well as 2 quilts he had bought at a pawn shop. The boat he tied to a post in the water, for the tide was high. There was no moon, and he worked without a flashlight. അപ്പം എല്ലാം രാത്രിയുടെ യാമങ്ങളിൽ അദ്ദേഹം എല്ലാം ചെയ്യുകയാണ്. അദ്ദേഹം ഓൾറെഡി പ്ലാൻ ചെയ്തിരുന്നു. രാവിലെ പോയി കുറെ കാര്യങ്ങളൊക്കെ വാങ്ങിയിരുന്നു. ആ വാങ്ങിയ സാധനങ്ങളെല്ലാം തന്നെ ആ ബോട്ടിനകത്ത് നിറയ്ക്കുന്നു. ഭക്ഷണവും വെള്ളവും കൂടാതെ 2 ക്വിൽറ്റ് കൂടെ അദ്ദേഹം കരുതിയിരുന്നു. പോൺ ഷോപ്പിൽ നിന്ന് വാങ്ങിയിരിക്കുന്ന 2 ക്വിൽറ്റും അദ്ദേഹം കൊണ്ടുവന്നിരുന്നു. അതും സീക്രട്ട്ലി ആണ്, വളരെ സീക്രട്ട് ആയിട്ടാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് അറിയാവുന്നതാണ്, മറ്റുള്ള ആൾക്കാർക്കൊക്കെ അറിയാം എന്നുള്ള കാര്യം അറിയുന്നതുകൊണ്ട് തന്നെ വളരെ സീക്രട്ട് ആയിട്ടാണ് പുള്ളി ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഹൈ ടൈഡ് ആയിരുന്നു, കുറച്ച് നല്ല മൂണൊന്നും ഉണ്ടായിരുന്നില്ല. മൂൺ വാസ് നോട്ട് ദേ. ക്വിൽറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ മെത്ത, ക്വിൽറ്റ് കേട്ടിട്ടില്ല? ക്വിൽറ്റ് എന്ന് പറഞ്ഞിട്ട് അല്ല, പായയല്ല, മെത്ത തന്നെയാണ്. അതായത് തടി കുറഞ്ഞ മെത്ത. നമ്മളൊക്കെ ഇവിടെ നല്ല തടിയുള്ള മെത്തയല്ലേ ഉപയോഗിക്കുന്നത്, തടിച്ച മെത്തയല്ലേ? അങ്ങനെയല്ല, നല്ല നേരിയതായിരിക്കും. കണ്ടാൽ എന്താണ് പറയാ, നമ്മുടെ കമ്പിളിപ്പുതപ്പ് പോലെ ഇരിക്കും. ഓക്കെ, പക്ഷെ അത് ഇത് കോട്ടൺ നിറച്ച് തന്നെയായിരിക്കും. അതിന് വൂളോ അല്ലെങ്കിൽ കോട്ടണോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിറച്ച് ഉന്നം എന്ന് പറയും. ഉന്നം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഉന്നക്കായ എന്നൊക്കെ പറയും, ഉന്നം എന്ന് പറയും. കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? നൂല് പോകുന്നതാണ്. അതെ, ശരിക്കും അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വിൽറ്റ് അത് പണ്ട് യെസ്, അത് പറഞ്ഞുതരാം. പണ്ട് കാലങ്ങളിൽ ഈ ആർമിക്കാര് കൊണ്ടുവരുന്ന ഒരു സാധനമാണ് ക്വിൽറ്റ്. ആർമിക്കാർക്ക് നൽകുന്നതായിരുന്നു ക്വിൽറ്റ്. ഓക്കെ, ഇപ്പൊ അത് മാറി. ഇപ്പം എന്താണ് അധികവും എന്താണ് സ്ലീപ്പിംഗ് ബാഗ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പൊ സ്ലീപ്പിംഗ് ബാഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. അത് നമ്മളിങ്ങനെ സിപ്പ് പോലെ ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കിടക്കാം. അതിനുശേഷം അത് കൂട്ടി കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് കവേർഡ് ആയിട്ട് നമുക്ക് തല മാത്രം പുറത്തായിട്ട് നമുക്ക് ഇങ്ങനെ കിടക്കാം. സ്ലീപ്പിംഗ് ബാഗ് എന്ന് പറയും. പണ്ട് കാലങ്ങളിൽ ക്വിൽറ്റ് ആയിരുന്നു. ഓക്കെ, ആർമിക്കാരുണ്ടാവും. ആർമിക്കാർ മെത്ത കൊണ്ടുവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ചുരുട്ടാൻ പറ്റും, ക്യാരി ചെയ്യാൻ പറ്റും നമുക്ക് കൂടെ. ആർമി ബെഡ് അത് തന്നെ, അതിനാണ് ക്വിൽറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്വിൽറ്റ്, ആർമി ബെഡ് എന്നല്ല എന്ന് പറയുന്നത്, ക്വിൽറ്റ് എന്നാണ് പറയാം. ഓക്കെ, അപ്പൊ 2 ക്വിൽറ്റ്, അത് പുതയ്ക്കാനും ഉപയോഗിക്കാം, അത് കിടക്കാനും ഉപയോഗിക്കാം. അത് രണ്ടായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പം ക്വിൽറ്റ് എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ 2 ക്വിൽറ്റും മേടിച്ചിരുന്നു, ഒന്ന് കിടക്കാനും ഒന്ന് പുതയ്ക്കാനായിരിക്കും. ഓക്കെ, കുറച്ച് തണുപ്പൊക്കെ ആകുമ്പോഴാണെങ്കിൽ അത് ഉപയോഗപ്പെടും എന്നുള്ള രീതിയിലായിരിക്കും. അപ്പോ അത് അധികം വെളിച്ചമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫ്ലാഷ് ലൈറ്റ് പോലും ഉപയോഗിക്കാതെയാണ് കാര്യങ്ങൾ നീക്കിയിരുന്നത്. കാരണം ഹി വാസ് ദാറ്റ് മച്ച് അഫ്രെയ്ഡ്. ആരെങ്കിലും ഇത് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും ഒരു എന്താണ് പ്രിസണർ ഓഫ് വാറിനെ സഹായിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തെ വീണ്ടും ഒരു ട്രൈറ്ററായി മുദ്ര കുത്തപ്പെടും എന്നുള്ളത് കൊണ്ട് അദ്ദേഹം വളരെ സീക്രട്ടീവ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. When he came to the house, he entered as though he were just back from his work, and so Hannah knew nothing. ഹെന്നയുടെ അടുത്ത് ഇതുവരെയായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഹെന്ന പറയാണ്, Yumi was here today, she said as she served his supper. Though she was so modern, still she did not eat with him.
Yumi cried over the baby. She went on with a sigh. She misses him so. അപ്പം ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് സദാവിന്. വളരെ മോഡേൺ ആണ്, അമേരിക്കയിൽ പോയി പഠിച്ചു, എന്നാൽ പോലും ഹെന്ന എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ എന്ന് പറയുന്നത് വളരെ ട്രഡീഷണൽ ജാപ്പനീസ് ബിലീവ്സിൽ വിശ്വസിക്കുന്ന ഒരു ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഭർത്താവിനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കില്ല എന്നതാണ് അവിടുത്തെ പ്രത്യേകത. ആദ്യം ഭർത്താവ് കഴിയുന്നു, പിന്നീട് ആണ്. വളരെ വിചിത്രമായ ആചാരങ്ങളാണ് അല്ലെ. ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് എന്തൊക്കെയോ ഫീൽ ചെയ്യുന്നത്, എനിക്ക് ക്രിഞ്ചിങ് ഫീലിംഗ് തോന്നുക. കാരണം ഭർത്താവ് ഭക്ഷണം കഴിച്ചാൽ, നമ്മളൊക്കെ ഇവിടെ എങ്ങനെയാണ് സാധാരണ എല്ലാവരും ഒത്തൊരുമിച്ച്, വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു കാഴ്ചപ്പാട് അല്ലേ. അതൊക്കെ എന്ത് രസമാണ്. എല്ലാവരും വീട്ടിലുള്ള എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, അന്നത്തെ ദിവസത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുക, എന്ത് രസമുള്ള കാര്യമാണ്. ഇത് നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്, പിന്നെ അവരൊക്കെ ഭക്ഷണം കഴിക്കുന്നത്, എന്തൊരു ബോറിംഗ് ആണ്. സോ എനിക്ക് ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ട് തോന്നുന്നുണ്ട് ഇവരുടെ ചില കാര്യങ്ങളൊക്കെ. അപ്പം എന്തായാലും ഇറ്റ് വാസ് ലൈക്ക് ദാറ്റ്. അപ്പൊ വിളമ്പി കൊടുക്കുന്നതിന്റെ ഇടയിലാണ് ശരിക്കും അപ്പൊ ആ വിളമ്പി കൊടുക്കുന്നതിന്റെ ഇടയിലാണ് പറയുന്നത് യൂമി വന്നിരുന്നു. യൂമിക്ക് മക്കളെ വിട്ട് നിൽക്കാൻ ഭയങ്കര പാട്. അത്ര ചെറിയ കുട്ടികളെ നോക്കുന്ന ഒരു നാനിമാർക്ക് ഏകദേശം ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ യൂമി വന്നിരുന്നു. യൂമി കുറെ നേരം കൊച്ചിനെ ഓർത്ത് കരഞ്ഞിരുന്നു. അവനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് യൂമി പറയുന്നത്. സെർവൻസ് വിൽ കം ബാക്ക് ആസ് സൂൺ ആസ് ദ ഫോറിനർ ഈസ് ഗോൺ, സദാവ് സെഡ്. സദാവ് അപ്പൊ പറയാണ്, അവരൊക്കെ തിരിച്ചു വരും, പേടിക്കണ്ട. ആ ഫോറിനർ ഇപ്പം ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ, എപ്പോ ഇവിടുന്ന് പോകുന്നു ആ നിമിഷം അവരെല്ലാവരും തിരിച്ചു. He went into the guest room that night before he went to bed himself and checked carefully the American's temperature, the state of the wound, and his heart and pulse. The pulse was irregular, but that was perhaps because of excitement. The young man's pale lips were pressed together and his eyes burned. Only the scars on his neck were red. ഓക്കെ. അപ്പം പുള്ളി രാത്രി കിടക്കുന്നതിന് മുൻപായിട്ട് ഗസ്റ്റ് റൂമിലേക്ക് അദ്ദേഹം പോവുകയാണ്. അതിനുശേഷം ചെക്ക് ചെയ്യാണ്, ടെമ്പറേച്ചർ ചെക്ക് ചെയ്തു, പൾസ് ചെക്ക് ചെയ്തു, മുറിവിന്റെ അവസ്ഥ ചെക്ക് ചെയ്തു, ഹാർട്ട് ചെക്ക് ചെയ്തു, ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്തു. അപ്പം ചെക്ക് ചെയ്ത സമയത്ത് പുള്ളിക്ക് മനസ്സിലായി പൾസ് കുറച്ചൊന്ന് ഇറഗുലർ ആണ്. കാരണം ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി എക്സൈറ്റ്മെന്റ്. കാരണം അദ്ദേഹത്തിന് അവിടുന്ന് പോകേണ്ട ഒരു അവസ്ഥയാണ്. ഇനിയിപ്പം വീണ്ടും ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു താവളത്തിൽ നിന്നും വീണ്ടും ഒരു എന്താ പറയാ, വിജനമായിട്ടുള്ള ഒരു സ്ഥലങ്ങളിലേക്ക്. കാരണം ജപ്പാൻ പറയുന്നത് മൊത്തം എല്ലാ ജാപ്പനീസുകാരും സദാവിനെ പോലെയല്ല എന്ന് അമേരിക്കനായിട്ടുള്ള അറിയാവുന്നതാണ്. അദ്ദേഹത്തിന്റെ ഉള്ളിൽ ചെറിയൊരു ഭയമുണ്ട്. അതായിരിക്കാം അദ്ദേഹത്തിന് ഈ ഒരു ഇറഗുലർ ആയിട്ടുള്ള ഒരു പൾസ് ഉണ്ടാകാനുള്ള കാരണം. എക്സൈറ്റ്മെന്റ് കാരണം അദ്ദേഹം ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് pressed to eyes burned scars on his neck. ബാക്കിയെല്ലാം വളരെ വെളുത്തിരിക്കുന്നു. I realize you are saving my life again, he told Sadav. Not at all, sir. It is only have you here. ഞാൻ നിങ്ങളെ രക്ഷിക്കുകയല്ല, മാത്രമാണ് ഞാൻ നിങ്ങൾ. He had hesitate about giving the, but he had decided to give after all. എന്നുള്ളത് ഇങ്ങനെ പിന്നീട് അദ്ദേഹം തീരുമാനിച്ച ഒരു ഫ്ലാഷ് ലൈറ്റ് അദ്ദേഹത്തിന് കൊടുക്കാം, ഹിസ് ഓൺ, which he used നൽകുന്നു. അദ്ദേഹം അതിനെ കൊണ്ടൊരു ചെറിയൊരു ആവശ്യമുണ്ട് ശരിക്കും. ഓക്കെ. പക്ഷെ പുള്ളി സദാവ് അത് യൂസ് ചെയ്യുന്നത് എപ്പോഴാണോ, രാത്രി എപ്പോഴെങ്കിലും അദ്ദേഹത്തിനെ അതായത് ജനറലിന്റെ അടുത്തേക്ക് വിളിക്കുകയാണെങ്കിൽ ജനറലെ കാണാനായിട്ട് അദ്ദേഹം പോയിക്കൊണ്ടിരുന്നത് അതിനുവേണ്ടി യൂസ് ചെയ്തതാണ്. അത് ആ പ്രിസണറിന് നൽകുന്നു. ഇഫ് യുവർ ഫുഡ് റൺസ് ഔട്ട് ബിഫോർ യു ക്യാച്ച് എ ബോട്ട്, സിഗ്നൽ മീ 2 flashes. ഓക്കെ. അപ്പോ അതിനാണ് ആ ഫ്ലാഷ് ലൈറ്റ് അദ്ദേഹത്തിന് കൊടുക്കുന്നത്, പ്രിസണറിന് കൊടുക്കുന്നത്. അപ്പൊ അതിനെ കൊണ്ടൊരു ആവശ്യമുണ്ട്. ഫുഡ് തീർന്നു പോവുകയാണെങ്കിൽ, കൊറിയൻ ബോട്ടുകൾ ഒന്നും ലഭിച്ചില്ല, അതിന് മുൻപേ നിങ്ങളുടെ ഫുഡ് തീർന്നു പോവുകയാണെങ്കിൽ ഈ ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിച്ച് 2 തവണ ഫ്ലാഷ് ചെയ്യുക. ഓക്കെ. അത് ആ സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ സിഗ്നൽ ചെയ്യുന്ന സമയത്ത് ഫ്ലാഷ് എനിക്ക് മനസ്സിലാക്കി ഹൊറൈസൺ.
രാത്രി ചെയ്യരുത്. കണ്ണ് ചെയ്യാൻ സമയത്ത് സമയത്ത് ഫ്ലാഷ് ചെയ്യാനായിട്ട്. അല്ലാതെ വന്നു കഴിഞ്ഞാൽ നേരത്തെ എന്താണ് ഡ്രോപ്സ് ആ സമയം അപ്പൊ എനിക്ക് മനസ്സിലായി ഫുഡ് തീർന്നു. ഡു നോട്ട് ഓർ ഇറ്റ് വിൽ ബി. അങ്ങനെ ഡാർക്ക്നെസ്സിൽ എല്ലാവരും അതുകൊണ്ട് മനസ്സിലാവും ഐലൻഡിൽ ആരോ ഉണ്ട് എന്നുള്ള കാര്യം. അതുകൊണ്ട് അങ്ങനെ ചെയ്ത് കുറച്ച് സന്ധ്യാ നേരം സിഗ്നൽ ചെയ്താൽ മതി. ഓക്കെ, ഇഫ് യു ആർ ഓൾ റൈറ്റ് ബട്ട് സ്റ്റിൽ ദേ സിഗ്നൽ മീ വൺസ്. നിങ്ങൾക്ക് യാതൊരുവിധ കുഴപ്പമില്ല, എന്നാൽ പോലും നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ ഒരു തവണ സിഗ്നൽ ചെയ്യുക. യു വിൽ ഫൈൻഡ് ഫ്രഷ് ഫിഷ് ഈസി ടു ക്യാച്ച് ബട്ട് യു മസ്റ്റ് ഈറ്റ് ദം റോ. എ ഫയർ വുഡ് ബി സീൻ. ഇനിയിപ്പം അവിടെ ആ ഐലൻഡിൽ നിന്ന് നിങ്ങൾക്ക് മീൻ പിടിക്കുക എന്ന് പറഞ്ഞത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. കുറെ മീനുകൾ അവിടെ ഉണ്ട്. പക്ഷെ ആ മീനുകളൊക്കെ നിങ്ങൾ പച്ചയ്ക്ക് തിന്നണം, കുക്ക് ചെയ്ത് കഴിക്കാനൊന്നും നിൽക്കരുത്. കാരണം തീ കത്തിക്കുകയാണെങ്കിൽ അതും ദൂരെ നിന്ന് ആൾക്കാർ ശ്രദ്ധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് സൂക്ഷിച്ച് ശ്രദ്ധിച്ചു വേണം കാര്യങ്ങൾ ചെയ്യുവാനായിട്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ അവിടെ തന്നെ ഉണ്ടെങ്കിൽ, നിങ്ങൾ അവിടെ നിന്ന് പോയിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഇപ്പോഴും ഐലൻഡിൽ ഉണ്ടെങ്കിൽ ഒരിക്കൽ മാത്രം സിഗ്നൽ ചെയ്യുക, ഫ്ലാഷ് ചെയ്യുക ഫ്ലാഷ് ലൈറ്റ്. അങ്ങനെ ഫ്ലാഷ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങൾ അവിടെ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം. ഓക്കെ, ദ യങ് മാൻ ബ്രീത്ത്. ഓക്കെ എന്ന് അദ്ദേഹം പറഞ്ഞു. ഓക്കെ, ഒരു ദീർഘ നിശ്വാസത്തോടു കൂടി അദ്ദേഹം ഓക്കെ പറയുകയാണ്. He was dressed now in the Japanese clothes which Sadao had given him, and at the last moment Sadao wrapped a black cloth about his blonde head. അപ്പൊ തല വെള്ള തലയാണ്. അത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മനസ്സിലാവും ഇത് ജാപ്പനീസുകാരനല്ല എന്നുള്ളത്. കാരണം ജാപ്പനീസുകാർക്കെല്ലാം നല്ല ഡാർക്ക് ബ്ലാക്ക്, അതായത് ഹെയർ ആണ്. പിന്നെ എന്ന് പറയുന്നത് കളർ അടിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, നല്ല ഡാർക്ക് ബ്ലാക്ക് കളർ ജാപ്പനീസ്, കൊറിയൻ, ജാപ്പനീസ് അവരുടെയൊക്കെ മുടി മനസ്സിലാവും. നല്ല ഡാർക്ക്. ഓക്കെ, ആ ഡാർക്കാണ്. പക്ഷെ കളറൊക്കെ അടിച്ചിട്ട് കൊളാക്കും. അപ്പോ ഈ ഇവന്റെ തല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അമേരിക്കയുടെ തല എന്ന് പറഞ്ഞാൽ നല്ല ബ്ലോണ്ട് ആണ്. അതായത് നല്ല എന്താണ് പറയുക, ഗോൾഡൻ കളറിലാണ് ഉള്ളത്. അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും ഇത് ജാപ്പനീസുകാരനല്ല, ഇതെന്തായാലും ഫോറിനർ ആണെന്ന്. അതുകൊണ്ട് അത് മറയ്ക്കാനായിട്ട് ഒരു കറുത്ത തുണി എടുത്ത് അവന്റെ തലയ്ക്ക് കെട്ടിക്കൊടുത്തു. ഓക്കെ, now Sadao said, and he was dressed in Japanese clothes. സദാവ് നൽകിയ ജാപ്പനീസ് ക്ലോത്ത്സ് ആണ് ഇട്ടിരിക്കുന്നത്. അപ്പം ആ തലയും കൂടെ മറിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു നോട്ടത്തിൽ എന്താണ് ഒരു ജാപ്പനീസുകാരനാണെന്ന് മാത്രമേ തോന്നുകയുള്ളൂ. ഓക്കെ, ശ്രദ്ധിച്ചു നോക്കിയാൽ മാത്രമേ അത് ജാപ്പനീസുകാരനല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ദൂരത്ത് നിന്നൊക്കെ നോക്കി കഴിഞ്ഞാൽ ജാപ്പനീസുകാരനാണെന്ന് മനസ്സിലാവും. Now Sadao said, the young American, without a word, shook Sadao's hand warmly and then walked quite well across the floor and down the step into the darkness of the garden. Once, twice, Sadao saw his light flash to find his way, but that would not be suspected. He waited until from the shore there was one more flash. Then he closed the partition. That night he slept. അപ്പോ ഇനി പൊക്കോ എന്നുള്ള രീതിയിൽ ശരി ഇറങ്ങിക്കോ എന്ന് പറഞ്ഞ് സദാവോ സൂചിപ്പിച്ചു. നാവ് എന്ന് സദാവോ പറഞ്ഞു. അപ്പൊ അമേരിക്കന് മനസ്സിലായി പോകാൻ സമയമായി എന്നുള്ളത്. അമേരിക്കൻ ഒരു വാക്ക് പോലും മിണ്ടാതെ സദാവോടെ കൈ ഒരു ഷേക്ക് ഹാൻഡ് ഒക്കെ കൊടുത്തിട്ട് വാംലി ഷുക്ക് സദാവോസ് ഹാൻഡ് വാംലി and then walked quite well across the floor and down the step into the darkness of the garden. അങ്ങനെ ഗാർഡൻ കഴിഞ്ഞ് അദ്ദേഹം ഷോറിലേക്ക് നടന്നു പോവുകയാണ്. ഒന്ന് രണ്ട് തവണ സദാവോ ആ ഫ്ലാഷ് ലൈറ്റ് മിന്നുന്നതായിട്ട് കണ്ടു. എന്താണ്, ഇരുട്ടത്താണ് നടക്കുന്നത്, അതുകൊണ്ട് തന്നെ വഴി തേടി പോകാനായിട്ട് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് വഴി മനസ്സിലാക്കാനായിട്ട് രണ്ട് തവണ അദ്ദേഹം ഫ്ലാഷ് ചെയ്തു ലൈറ്റ്. അതൊന്നും വലിയ കാര്യമല്ല, കാരണം അതൊക്കെ ഷോറിൽ നടക്കുന്ന കാര്യമായതുകൊണ്ട് ആരും അത്ര ശ്രദ്ധിക്കത്തില്ല. ബട്ട് ദാറ്റ് വുഡ് നോട്ട് ബി സസ്പെക്ടഡ്. ഹി വെയിറ്റഡ് അണ്ടിൽ ഫ്രം ദ ഷോർ ദർ വാസ് വൺ മോർ ഫ്ലാഷ്. ഒരു ഫ്ലാഷ് കൂടി ഉണ്ടായി. ദെൻ ഹി ക്ലോസ് ദ പാർട്ടീഷൻ. പിന്നെ പാർട്ടീഷൻ ക്ലോസ് ചെയ്തു. അതായത് അദ്ദേഹം ബോട്ടിൽ എത്തി എന്ന് മനസ്സിലാക്കിയപ്പോ സദാവ് എന്ത് ചെയ്തു, പാർട്ടീഷൻ ക്ലോസ് ചെയ്തു. ആ രാത്രി സദാവ് നല്ല രീതിയിൽ ഉറങ്ങി എന്നാണ് പറയുന്നത്. You say the man escaped? The general asked faintly.
അപ്പൊ പിന്നീട് ജനറൽ അടുത്ത് പറഞ്ഞ സമയത്ത് ചെന്ന സമയത്ത് സദാവോ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ പറഞ്ഞത് എന്താണ്? ആ പഹയെ ഒളിച്ചോടി പോയി കളഞ്ഞു എന്നാണ് പറയുന്നത്. യു സേ ദ മാൻ എസ്കേപ്ഡ്, ദ ജനറൽ ആസ്ക്ഡ് ഫെയിൻറ്റ്ലി. വളരെ ഫെയിൻറ്റ്ലി ആണ് ചോദിക്കുന്നത്, കാരണം അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നു. He had been operated upon a week before, an emergency operation. അപ്പോ കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് ജനറൽ അടുത്ത് കാര്യം പറയുന്നത്. ജനറൽ അതിനു മുൻപായിട്ട് എന്താണ് ഇവരെയൊക്കെ വിട്ടുനോ, നിഞ്ചാസിനെ വിട്ടുനോ, അസാസിൻസിനെ വിട്ടുനോ എന്ന് പോലും അറിയത്തില്ല. ഓക്കെ, അപ്പൊ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു. ഒരാഴ്ച മുമ്പേ അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. ഒരു എമർജൻസി ഓപ്പറേഷൻ ആയിരുന്നു. an emergency operation to which Sadao had been called in the night. For 12 hours Sadao had not been sure the general would live. 12 മണിക്കൂർ അദ്ദേഹം വെയിറ്റ് ചെയ്തു. ഓക്കെ, ജീവിക്കുമോ ഇല്ലയോ എന്നുള്ളത് പോലും ഒരു നിശ്ചയമില്ലാത്തൊരു ഇതായിരുന്നു. പെട്ടെന്നായിരുന്നു ഓപ്പറേഷൻ വേണ്ടിയിരുന്നത്. ഒരു എമർജൻസി ഓപ്പറേഷൻ ആയിരുന്നു. അദ്ദേഹത്തെ ഓപ്പറേറ്റ് ചെയ്തു സദാവ്. ദ ഗാൾ ബ്ലാഡർ വാസ് മച്ച് ഇൻവോൾവ്ഡ്. ദ ഗാൾ ബ്ലാഡർ, വാട്ട് ഇസ് എ ഗാൾ ബ്ലാഡർ? സയൻസ് പറ, ബയോളജി പഠിച്ച ആൾക്കാരൊക്കെ ഒന്ന് പറഞ്ഞത്, വാട്ട് ഇസ് എ ഗാൾ ബ്ലാഡർ? ഓക്കെ, bile store. Gallbladder problem. Okay. Okay. അപ്പൊ ആ ഗാൾ ബ്ലാഡർ ആയിരുന്നു ജനറലിന് പ്രോബ്ലം. ഓക്കെ, ആ ഒരു old man had begun to breathe deeply again and food. അപ്പം അദ്ദേഹത്തിന് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ജീവിക്കുമോ അല്ലെങ്കിൽ മരുമോ എന്നുള്ള ഒരു അവസ്ഥയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്. പിന്നീട് കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്താണ്, നല്ലോണം ശ്വസിക്കാനൊക്കെ തുടങ്ങി. അതിനുശേഷം ഭക്ഷണം ആവശ്യപ്പെടുകയും ചെയ്തു. അതോടൊപ്പം മനസ്സിലായി അദ്ദേഹം രക്ഷപ്പെടുമെന്നുള്ളത്. ഓക്കെ, Sadao had not been able to ask about the assassins. So far as he knew, they had never come. അസാസിൻസിനെ കുറിച്ചൊന്നും ചോദിക്കാനുള്ള സമയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. പുള്ളിക്ക് മനസ്സിലായി ഇതുവരെയായിട്ടും അസാസിൻസ് അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നിട്ട് പോലില്ല. The servants had returned and Yumi had cleaned the guest room thoroughly and had burned sulfur in it to get the white man's smell out of it. ആ വെള്ളക്കാരൻ പോയി എന്ന് അറിഞ്ഞപ്പോ സെർവൻസ് സദാവ് പറഞ്ഞതുപോലെ തിരിച്ചു വീണ്ടും അവരുടെ വീട്ടിലേക്ക് വന്നു. യൂമി വളരെ ഉത്സാഹപൂർവം ആ ഗസ്റ്റ് റൂം നല്ലോണം വൃത്തിയാക്കി സൾഫർ പുകയ്ക്കുകയും ചെയ്തു. പുകയ്ക്കുക എന്ന് പറയുന്നത് അവിടെ സൾഫർ ഇട്ട് പുകച്ചു. എന്തിനാണ്? ആ വെള്ളക്കാരന്റെ മണം അവിടെ തങ്ങി നിൽക്കുന്നത് പോക്കാനായിട്ട്. അവന്റെ മണം പോലും ആക്കാൻ പാടില്ല. സെർവൻസ് അതിനെ യൂമി അവിടെ ക്ലീൻ ചെയ്തു. Nobody said anything. ആരൊന്നും വേണ്ടിയില്ല. Okay. Only the gardener was cross because he had got behind with his chrysanthemums. പക്ഷെ ഗാർഡനറിന് ആരും ഒന്നും തന്നെ സംസാരിച്ചില്ല. പക്ഷെ ഗാർഡനറിന് ചെറിയൊരു കയ്പുണ്ടായിരുന്നു. കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ ക്രിസാന്തമംസ് കുറച്ചൊന്ന് ഉണങ്ങിപ്പോയിട്ടുണ്ട്. കാരണം അദ്ദേഹം വളരെ മക്കളെ പോലെ നോക്കിയ ക്രിസാന്തമാണ് ഇപ്പോ ഉണങ്ങിപ്പോയിരിക്കുന്നത്. അങ്ങേര് വിട്ടുപോയത് കൊണ്ടാണ്. അങ്ങേർക്ക് ദേഷ്യം പിടിക്കേണ്ട ഒരു ആവശ്യമില്ല. അങ്ങേരെ തന്നെ വഴിച്ചാൽ മതി. പക്ഷെ അതിനും അങ്ങേര് കുറ്റം പറയുന്ന ആരെയാണ്? സദാവോനെയും ഹനയുമാണ്. കാരണം അവര് കാരണമാണല്ലോ വെള്ളക്കാരൻ വീട്ടിലേക്ക് വന്നതും. ആ വെള്ളക്കാരൻ ഉള്ളത് കൊണ്ടാണല്ലോ അവരവിടുന്ന് പോകാനുള്ള സാഹചര്യം ഉണ്ടായത്. ഓക്കെ, അങ്ങനെയാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. ഓക്കെ, ബട്ട് ആഫ്റ്റർ എ വീക്ക് സദാവ് ഫെൽറ്റ് the general was well enough to be spoken to about the prisoner. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ശക്തിയൊക്കെ തിരിച്ചു കിട്ടിയപ്പോൾ ജനറൽ എടുത്ത് സദാവ് ചോദിക്കാൻ തീരുമാനിച്ചു. Yes, Excellency, he escaped. Sadao now said. He coughed, signifying that he had not said all he might have said, but was unwilling to disturb the general further. അതുകൊണ്ട് ശരിയാണ്, അദ്ദേഹം ഓടിപ്പോയി. Your Excellency, yes Excellency, he escaped. Sadao said he coughed, signifying that he had not said all he might have said, but was unwilling to disturb the general further. ജനറലിനെ അധികം ബുദ്ധിമുട്ടിക്കണ്ട എന്നുള്ള രീതിയിൽ തന്നെ അദ്ദേഹം ഒന്നും തന്നെ വിട്ടു പറഞ്ഞില്ല. But the old man opened his eyes suddenly. പെട്ടെന്ന് തന്നെ കണ്ണു തുറന്നിട്ട് അദ്ദേഹം ചോദിച്ചു, That prisoner, he said with some energy, did I not promise you I would kill him for you? ഞാൻ നിന്റെ അടുത്ത് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ അവനെ തീർത്തു കളയും എന്നുള്ളത്?
ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എന്ന് ആ ജനറൽ ചോദിച്ചു. യു ഡിഡ് എക്സലൻസി സദാവ് ശരി. നിങ്ങൾ പറഞ്ഞിരുന്നു അസാസിൻസിനെ വിടാമെന്നും നിങ്ങൾ അവനെ കൊന്നു തരാമെന്നും ഇന്റേണൽ ബ്ലീഡിങ് ചെയ്യിക്കാൻ അറിയാവുന്ന വളരെ ട്രിക്കൊക്കെ അറിയാവുന്ന കുറെ അസാസിൻസിനെ വിടാമെന്നും അവന്റെ ബോഡി വരെ മറവ് ചെയ്തു തരാമെന്നൊക്കെ നിങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞിരുന്നു. Well, the old man said in a tone of amazement. So I did. But you see, I was suffering a good deal. The truth is, I thought of nothing but myself. In short, I forgot my promise to you. അതാണ് ജനറൽ ടക്കീമ എന്ന് പറയുന്ന വ്യക്തി സെൽഫിഷ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈസ് എ സെൽഫിഷ് ഇഗ്നറന്റ് പേഴ്സൺ. കള്ളൻ, അതെ, മരക്കള്ളനാണ് അങ്ങനെ. കാരണം അദ്ദേഹത്തിനെ കുറിച്ച് മാത്രമാണ് അദ്ദേഹം ചിന്തിച്ചത്. അതുകൊണ്ടാണല്ലോ സദാവുവിനെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹത്തിനെ കുറിച്ച് ചിന്തിക്കേണ്ടായിരുന്നില്ലെങ്കിൽ സദാവിന്റെ ആവശ്യമില്ല. അതിലും നല്ല കുറേയേറെ സർജൻസ് അവിടെ ഉണ്ട്, ജർമ്മൻ ട്രെയിൻഡ് ആയിട്ടുള്ള സർജൻസ് ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ കാര്യം മാത്രം ചിന്തിച്ചത് കൊണ്ടാണ് ജർമ്മൻ ട്രെയിൻഡ് ആയിട്ടുള്ള സർജൻസിനെ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യിക്കാതെ സദാവിനെ കൊണ്ട് തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത്. കാരണം സദാവ് കുറച്ച് സെന്റിമെന്റലാണ്. സെന്റിമെന്റ്സിന് കൂടുതൽ വില കൽപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് സദാവ് എന്നുള്ളത് ജനറൽ നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് മാത്രമാണ് സദാവ് അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് സദാവ് ഇപ്പൊ ജീവനോടെ ഇരിപ്പുള്ളത്. കാരണം റീസൺ എന്ന് പറയുന്നത് സത്യസന്ധമായിട്ട് സദാവ് പോയി ജനറൽ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞപ്പോ അവിടെ സദാവിനെ കൊല്ലാതിരുന്നത് അദ്ദേഹത്തിന് ആവശ്യമുള്ളത് കൊണ്ടാണ്. അദ്ദേഹത്തിന് ആവശ്യമുള്ളത് കൊണ്ടാണ്, രാജ്യത്തിനല്ല. ജനറലിനാണ് ആവശ്യമുള്ളത്. ജനറലിന് ആവശ്യമില്ലായിരുന്നെങ്കിൽ രാജ്യത്തെ ഏറ്റവും നല്ല സർജൻ ആയിരുന്ന സദാവിനെ പോലും അദ്ദേഹം കൊല്ലാൻ മടിക്കത്തില്ലായിരുന്നു. ബിക്കോസ് he wanted to show in front of his citizens that he is a better general than anyone else and he is a better patriot than anyone else. അദ്ദേഹത്തിനെ പറ്റി മാത്രമാണ് അദ്ദേഹം ചിന്തിച്ചിരുന്നത്, അല്ലാതെ വേറെ ഒന്നും തന്നെ ചിന്തിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുകയും ചെയ്തു, he admits it over here. So I did, but you see, I was suffering a good deal. എനിക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സമയമായിരുന്നു. The truth is, I thought of nothing but myself. എന്നെ കുറിച്ചല്ലാതെ ഞാൻ വേറെ ഒന്നും ചിന്തിച്ചില്ല. In short, I forgot my promise to you. അതിന്റെ ഭാഗമായി പറയുകയാണെങ്കിൽ നിന്റെ കാര്യം ഞാൻ മറന്നുപോയി, നിനക്ക് ഞാൻ നൽകിയ പ്രോമിസ് വരെ ഞാൻ മറന്നുപോയി. I wondered, Your Excellency, സദാവ് murmured. ഞാനും ചിന്തിച്ചു അത്. ശരിയാ, ഞാനും അത് ചിന്തിച്ചു. എന്തുകൊണ്ടാണ് നിങ്ങൾ മറന്നുപോകാൻ കാരണം? ശരിയാണ്. It was certainly very careless of me, the general said. But you understand, it was not lack of patriotism or dereliction of duty. He looked anxiously at his doctor. If the matter should come out, you would understand that, wouldn't you? ശരിയാ, ഈ കാര്യം വേറെ ആരും അറിയാൻ പാടില്ല കേട്ടോ. സി, ഞാൻ കെയർലെസ് ആയത്, ഇറ്റ് വാസ് സർട്ടൻലി വെരി കെയർലെസ് ഓഫ് മീ. ഞാൻ കുറച്ച് കെയർലെസ് ആയിപ്പോയി, ശരിയാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഇത് വേറെ ആരും അറിയാൻ ഇടയാവരുത് കേട്ടോ. നീ മനസ്സിലാക്കണം, ഇതെന്റെ പാട്രിയോട്ടിസത്തിന്റെ ലാക്ക് ഓഫ് പാട്രിയോട്ടിസം. അതായത് എനിക്ക് പാട്രിയോട്ടിസം ഇല്ലാഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ ഞാൻ എന്റെ ഡ്യൂട്ടിയോട് കാണിക്കുന്ന എന്താണ് ആത്മാർത്ഥത കുറവ് കൊണ്ടോ അല്ല. ഓക്കെ, എന്റെ ആത്മാർത്ഥത കുറവ് കൊണ്ടോ അല്ലെങ്കിൽ എന്റെ പാട്രിയോട്ടിസത്തിലുള്ള കുറവ് കൊണ്ടോ ഒന്നും അല്ല ഇത് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് കെയർലെസ് ആയിപ്പോയി. കാരണം എനിക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ കുറെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു. ഇനി ഇത് പുറമെ വേറെ ആരും അറിയണ്ട. അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും മോശമാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയാണ്. If the matter should come out, you would understand that, wouldn't you? Certainly, Your Excellency, Sadav said. He suddenly comprehended that the general was in the palm of his hand and that as a consequence, he himself was perfectly safe. ശരിയാണ്, ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോ ഒരു പാലം അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിരിക്കുകയാണ്. അത് സദാവിന് പെട്ടെന്ന് തന്നെ മനസ്സിലായി. Certainly, Your Excellency, certainly, Your Excellency എന്ന് പറയുന്ന സമയത്ത് തന്നെ സദാവിന് വളരെ സന്തോഷപൂർവ്വമാണ് പറയുന്നത്. കാരണം ജനറൽ ഇപ്പോ സദാവിന്റെ കയ്യിലാണ്. കാരണം സദാവിന് മനസ്സിലായി ജനറലിന് ഒരു തെറ്റ് പറ്റിപ്പോയി. ജനറൽ അദ്ദേഹത്തിനെ പറ്റി മാത്രം ചിന്തിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മറന്നുപോയി. ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമാണ് ജാപ്പനീസുകാർക്ക്. ഒരു അമേരിക്കൻ പ്രിസണറിനെ പറ്റിയുള്ള വിവരം ഒരു വ്യക്തിയിൽ നിന്നും ലഭിച്ച ജനറൽ, മണ്ടൻ ജനറൽ, അതെ, മണ്ടൻ ജനറലാണ്. ആ ജനറൽ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം മറ്റുള്ളവരിൽ തുറന്നു കൊടുക്കാതെ, അതിനെതിരെ ആക്ഷൻ എടുക്കാതെ അവനെ എസ്കേപ്പ് ചെയ്യാനായിട്ട് അനുവദിച്ചിരിക്കുന്നുള്ളൂ എന്നുള്ള കാര്യം. അപ്പം പിന്നെ എന്താണ് സംഭവിക്കുക?
മഞ്ചൂരിയനിലും കുഞ്ചൂരിയനിലും ഒക്കെ അദ്ദേഹം നേടിയിരിക്കുന്ന വിജയൊക്കെ കാറ്റിലായി പോകും അല്ലേ? വെള്ളത്തിൽ വരച്ച വര പോലെയായി പോകും. കാരണം ഒരു തെറ്റ് മതി 10 വിജയങ്ങളെ മറികടക്കാനായിട്ട്. ഓക്കെ, ഒരേ ഒരു തെറ്റ് മതി നമ്മുടെ 10 വിജയങ്ങൾ മറച്ചു കളയാനായിട്ട്. ഓക്കെ, അതെല്ലാരും മനസ്സിലാക്കുക. അത് മണ്ടനായ ജനറൽ ആയാലും ബുദ്ധിമാനായിട്ടുള്ള രാജാവായാലും ആരായാലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര തവണ വിജയിച്ചാലും ഒരു ഒറ്റ പിഴ മതി അതെല്ലാം മറച്ചു കളയാനായിട്ട്. അത് മാത്രമേ പിന്നെ ജനങ്ങൾ കാണുകയുള്ളൂ. ഓക്കെ, അപ്പം ജനറലിന് അത് പേടിയാണ്. അപ്പൊ ജനറൽ പറയാണ്, നീ മനസ്സിലാക്കണല്ലോ, എനിക്ക് ഇതുകൊണ്ടൊന്നും അല്ല കേട്ടോ, എനിക്ക് അത് ചെറിയൊരു ബുദ്ധിമുട്ട് വന്നുപോയി, ഞാൻ മറന്നു പോയതാണ്. ഓക്കെ, ഞാൻ എന്റെ കെയർലെസ്നെസ് കാരണം ചെറുതായിട്ടൊന്ന് ഇത് ആയിപ്പോയതാണ്. അതുകൊണ്ട് നമ്മളെ ഇടയിൽ മാത്രം ഇത് നിന്നാ മതി, വേറെ ഒരാള് അറിയണ്ട എന്ന് ജനറൽ പറഞ്ഞു. അപ്പോഴേ സദാവിന് മനസ്സിലായി സദാവും സേഫ് ആണ് എന്നുള്ള കാര്യം. ഓക്കെ, സദാവിന് ഇനി എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് സദാവിക്ക് എന്ത് പറയാം, ജനറൽ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലിന്റെ കാര്യം തീർന്നു. അപ്പൊ ജനറൽ ഒന്നും തന്നെ ഇവനെ ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളത് സദാവിന് മനസ്സിലായി. ഓക്കെ, certainly, Your Excellency, Sadao said. He suddenly comprehended that the general was in the palm of his hand and that as a consequence, he himself was perfectly safe. I can swear to your loyalty, Excellency. ഞാൻ ഇത് ആണയിടുന്നു, ഞാൻ നിങ്ങളോട് എപ്പോഴും വളരെ ലോയൽ ആയിട്ട് തന്നെ ഇരിക്കുന്നതായിരിക്കും. He said to the old general, and to your zeal against the enemy. Okay, നിങ്ങളുടെ ലോയൽറ്റിയിൽ ഞാൻ എപ്പോഴും അടിയുറച്ച് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എനിമികളോടുള്ള നിങ്ങളുടെ ധൈര്യവും ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. And to your zeal against the enemy. You are a good man, the general murmured and closed his eyes. You will be rewarded. നിങ്ങളൊരു നല്ല മനുഷ്യനാണ് സദാവ്, അതുകൊണ്ട് തന്നെ നിങ്ങളെ ഞാൻ അനുമോദിക്കുന്നതുമായിരിക്കും. You will be rewarded. But Sadao, searching the spot of black in the twilighted sea that night, had his reward. There was no prick of light in the dusk. No one was on the island. His prisoner was gone, safe, doubtless, for he had warned him to wait only for a Korean fishing boat. അപ്പോൾ സദാവ് അന്ന് രാത്രി ഷോറിൽ പോയി ആ ഐലൻഡിലേക്ക് കണ്ണ് എത്തിച്ചു നോക്കി. അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് അവിടെ നിന്നും ഒരു ലൈറ്റ് ലഭിക്കുകയാണെങ്കിൽ അവൻ അവിടെ ഉണ്ടാകും എന്നുള്ളത് അറിയാം. ഓക്കെ, അതെ തന്നെ, ഇത്രയും നേരം ഇത് ടൈപ്പ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു അല്ലേ? ഓക്കെ, അപ്പോ സദാവ് പ്രതീക്ഷിക്കുന്നതാണ് അവൻ അവിടുന്ന് പോയിട്ടുണ്ടാകണം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് ആ പ്രതീക്ഷിത ആസ്ഥാനത്തായിരുന്നില്ല. കാരണം he never found a single prick of light coming from that island. അപ്പൊ പുള്ളി വിശ്വസിക്കുന്ന എന്താണ്, എന്തായാലും സേഫ് ആയിരിക്കും, അവിടെ നിന്ന് പോയിരിക്കുന്നു, അവൻ സേഫ് ആയിരിക്കും, ഡൗട്ട്ലെസ് ആണ്. ചെറുതായിട്ട് ചെറിയൊരു സംശയമുണ്ട്, കാരണം അദ്ദേഹത്തിന്റെ അടുത്ത് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട് കൊറിയൻ ഷിപ്പിന് വേണ്ടി കാത്തിരിക്കണം. അതിലെ കൂടെ വേറെയും ഷിപ്പുകൾ പോകുന്നുണ്ടാവും, അതൊക്കെ കൊറിയൻ ഷിപ്പാണെന്ന് വിചാരിച്ച് ചാരിക്കറി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ജപ്പാനീസ് ഷിപ്പിൽ എന്നെ തിരിച്ചു കയറി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. He stood for a moment on the veranda, gazing out to the sea from whence the young man had come that other night. അപ്പം കുറച്ചു നേരം ആ വരാന്തയിൽ നിന്നുകൊണ്ട് ആ കടലിലേക്ക് ഇങ്ങനെ നോക്കി. എവിടെ നിന്നാണോ ആ അമേരിക്കക്കാരൻ വന്നത് ആ ഭാഗത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. And into his mind, although without reason, there came other white faces he had known. The professor at whose house he had met Hannah, a dull man, and his wife had been a silly, talkative woman, in spite of her wish to be kind. അപ്പൊ അങ്ങനെ ആലോചിക്കുന്ന സമയത്ത് വേണ്ടാതെ കുറച്ച് മുഖങ്ങൾ കൂടി അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വന്നു. കുറച്ച് വെള്ള മുഖങ്ങൾ കൂടി അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കയറി വന്നു. വെള്ളക്കാരന്റെ മുഖങ്ങൾ കൂടി അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക്. ഒന്നെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രൊഫസർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചാണ് ഹനയെ ആദ്യമായിട്ട് അദ്ദേഹം പരിചയപ്പെടുന്നത്. കൂടാതെ ആ പ്രൊഫസറിന്റെ ഭാര്യയെ, വർത്താനം വാതോരാതെ സംസാരിച്ചു കൊണ്ടിരുന്ന ആ ഭാര്യയെ, കൈൻഡ് ആവണമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ കൈൻഡ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യാത്ത ആ ഭാര്യയുടെ മുഖവും കയറി. He remembered his old teacher of anatomy who had been so insistent on mercy with the knife. And then he remembered the face of his fat and slatternly landlady.
പിന്നീട് വന്ന മുഖം എന്ന് പറയുന്നത് അനാട്ടമിയുടെ ടീച്ചറിന്റെ മുഖമാണ്. സർജൻസ് കാർഡിനൽ സിൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ബോഡിയെ തീർത്തും അറിയാത്ത ഒരു സർജൻ ചെയ്യുന്ന പ്രഥമ കുറ്റം എന്ന് പറയുന്നത് മനുഷ്യന്റെ ബോഡിയെ തീരെ അറിയാതിരിക്കുന്ന കാര്യം. അത് തന്നെ അത് പറഞ്ഞു തന്ന അനാട്ടമിയുടെ പ്രൊഫസറിന്റെ മുഖം. പിന്നീട് വന്ന മുഖം എന്ന് പറയുന്നത് സദാവ് താമസിച്ചിരുന്ന വീടിന്റെ ഉടമസ്ഥതയുടെ മുഖമാണ്. ഫാറ്റ് ആയിട്ടുള്ള, സ്ലാറ്റേൺലി, തീരെ ഫ്രണ്ട്ലി അല്ലാത്ത ആ ഒരു ലേഡിയുടെ മുഖം. He had great difficulty in finding a place to live in America because he was Japanese. The Americans were full of prejudice and it had been bitter to live in it, knowing himself their superior. അപ്പോ ജാപ്പനീസുകാർ അമേരിക്കക്കാരെക്കാളും സുപ്പീരിയർ ആണെന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. എന്നാൽ പോലും അദ്ദേഹത്തിന് അമേരിക്കയിൽ താമസിക്കാനായിട്ടുള്ള സ്ഥലം ലഭിച്ചിരുന്നില്ല. കാരണം അദ്ദേഹം ഒരു ജാപ്പനീസുകാരനായതുകൊണ്ടാണ്. അമേരിക്കൻസിന് അങ്ങനത്തെ ഒരു ഇതുണ്ട്. ഇപ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്ന ഒരു സംഭവം അത് തന്നെയാണ്. അവർക്ക് എന്ന് പറയുന്നത് റേസിസം ഭയങ്കര കൂടുതലാണ് അമേരിക്കൻസ്. പക്ഷെ മണ്ടന്മാർ അവരും മനസ്സിലാക്കുന്നില്ല അവന്മാരെന്ന് പറയുന്നതും അമേരിക്കൻസ് അല്ല എന്നുള്ള കാര്യം. ശരിക്കുള്ള അമേരിക്കൻസ് എന്ന് പറയുന്നത് റെഡ് ഇന്ത്യൻസ് ആണ്, ഗോത്രവർഗക്കാരാണ്. അവരാണ് ശരിക്കുള്ള അമേരിക്കൻസ്. പിന്നീട് അവിടെ വന്നിരിക്കുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് ഡച്ചുകാരും അതോടൊപ്പം തന്നെ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും ഒക്കെയാണ്. ഇവിടെ നിന്ന് അതായത് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് നാട് കടത്തപ്പെട്ടിരിക്കുന്ന കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെയാണ് അമേരിക്കയിൽ പോയിട്ട് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ശരിക്കും അവരുടെ ഹിസ്റ്ററി പഠിക്കുകയാണെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. ശരിക്കുള്ള അമേരിക്കൻസ് എന്ന് പറയുന്നത് റെഡ് ഇന്ത്യൻസ് ആണ്. അപ്പൊ അവിടെ റേസിസം പറയുന്നത് വെള്ളക്കാരുടെ രാജ്യമാണ് അമേരിക്ക, മറ്റുള്ളവർക്കൊന്നും ബ്രൗൺ, ബ്രിട്ടീഷ് ആൻഡ് ബ്ലാക്ക് സ്കിൻസ് എന്നുള്ള ആൾക്കാർക്കൊന്നും അവിടെ സ്ഥാനമില്ല, അതൊന്നും അവരൊന്നും അമേരിക്കൻസ് അല്ല എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്നുള്ളതാണ് എനിക്ക് മാത്രമല്ല മറ്റുള്ള ആൾക്കാർക്ക് മനസ്സിലാവാത്തത്. പക്ഷെ അവന്മാർക്ക് പോലും മനസ്സിലാവുന്നില്ല. അവര് റേസിസം പറയുന്നതും ഈ ഒരു പാട്രിയോട്ടിസം പറയുന്ന സമയത്ത്, അമേരിക്കൻസ് വാദവരാതെ പാട്രിയോട്ടിസം പറയുന്ന സമയത്ത് അവരുടെ പൂർവികർ എവിടുന്ന് വന്നു എന്നുള്ളത് അവർ ചിന്തിക്കുന്നില്ല. അവരുടെ താവഴി എന്താണെന്നുള്ളത് അവർ ചിന്തിക്കുന്നില്ല. അപ്പൊ അവിടെ പണ്ട് കാലം മുതൽക്കേ ഉള്ള ഒരു സംഭവമായിരുന്നു. ജാപ്പനീസുകാര്, ചൈനീസുകാര്, ഇന്ത്യക്കാര്, ആഫ്രിക്കക്കാര് അവരൊന്നും അവിടെ വെൽക്കംഡ് ആയിരുന്നില്ല. They were not welcomed by the Americans, the people, white people, white skinned people. മെലാനിൻ കുറഞ്ഞിരിക്കുന്ന ആ വർഗക്കാർക്ക് പറയാനുണ്ടായിരുന്നത് അത് മാത്രമാണ്, അല്ലെ? വെള്ള സ്കിൻ എന്ന് പറയുന്നത് ശരിക്കും സ്കിന്നിന്റെ അകത്തുള്ള മെലാനിൻ കുറയുന്നതുകൊണ്ടാണ് വെള്ള കളർ വരുന്നത്, അല്ലെ? ശരിക്കും നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ മെലാനിൻ കൂടിയ ആൾക്കാരാണ് ഇന്ത്യക്കാരെന്ന് പറയുന്നത്. ബ്രൗൺ സ്കിൻസ് എന്ന് പറയുന്നത് മെലാനിൻ കൂടിയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ സ്കിൻ ഡിസീസസ് ഒന്നും വരാത്തത്. അല്ലെങ്കിൽ ഈ നമ്മളൊക്കെ വെയിലത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു പ്രശ്നമില്ല, നമുക്ക് സൺസ്ക്രീമോ ഒന്നും തന്നെ വേണ്ട. നേരെ മറിച്ച് ഈ വെള്ളക്കാർക്കൊക്കെ എന്താണ്, സൺസ്ക്രീം ഇല്ലാതെ വെയിലത്ത് ഒരു നേരം നിൽക്കാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്കും സൺബേണും മറ്റേതും മറിച്ചതൊക്കെ വന്നു, അല്ലേ? അത് ശരിക്കും ആ ഒരു ഇത് മനസ്സിലാക്കുന്നില്ല അവന്മാര്. എന്തോന്ന് കുറഞ്ഞു പോയത് കൊണ്ടാണ് അവന്മാരിങ്ങനെ വെളുത്തു പോയത് എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. അങ്ങനെ ജാപ്പനീസുകാരെ പോലും അവർ ഡിസ്പൈസ് ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജാപ്പനീസുകാരനായ സദാവോയ്ക്ക് താമസിക്കാനുള്ള സ്ഥലം കിട്ടിയിരുന്നില്ല. Okay, and how he had despised the ignorant and dirty old woman who had at last consented to house him in her miserable home. അങ്ങനെ തേടി അവസാനം ഈ സ്ത്രീയാണ് അവന് അവസാനം ഡിസൈഡ് ചെയ്തിരിക്കുന്നത്, വീട് താമസിക്കാനായിട്ട് ഇടം കൊടുക്കാം എന്നുള്ള തീരുമാനം എടുക്കുകയും എന്നാൽ പോലും ആ ഒരു സ്ത്രീയെ സദാവിന് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. He had despised the ignorant and dirty old woman who had at last consented to house him in her miserable home. He had once tried to be grateful to her because she had in his last year nursed him through influenza, but it was difficult, for she was no less repulsive to him in her kindness. Okay. He had once tried to be grateful to her because she had in his last year nursed him through influenza. Influenza എന്ന് പിടിപെട്ട സമയത്ത് അത് മാറ്റാനായിട്ട് സദാവുവിനെ നോക്കാനായിട്ട് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം സദാവുവിന് ആരും തന്നെ ഉണ്ടായിരുന്നില്ല അമേരിക്കയിൽ. ഇവിടെ നിന്നും പഠിക്കാൻ വേണ്ടി അമേരിക്കയിലേക്ക് പോയതാണ്, ജപ്പാനിൽ നിന്ന്.
അപ്പം അറിയാവുന്ന ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവസാന വർഷം ആയപ്പോൾ ഇൻഫ്ലുവൻസ പിടിപെട്ട സമയത്ത് ആ ഒരു ഹൗസ് ആ ഒരു ലാൻഡ് ലേഡി ആയിരുന്നു സദാവനെ നോക്കിയതും ശുശ്രൂഷിച്ചതും പരിപാലിച്ചതൊക്കെ. അപ്പൊ ആ ഒരു ഇത് കണ്ട് തന്നെ ചെറുതായിട്ടൊക്കെ ഒരു 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 അനുകമ്പ സദാവന് ആ ലാൻഡ് ലേഡിയോട് തോന്നേണ്ടതായിരുന്നു. പക്ഷെ അത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. ബട്ട് ഇറ്റ് വാസ് ഡിഫിക്കൽട്ട്, ഫോർ ഷി വാസ് നോ ലെസ് റിപ്പൾസീവ് ടു ഹിം ഇൻ ഹർ കൈൻഡ്നെസ്. എന്നാൽ പോലും ചെറുതായിട്ടൊരു അനുകമ്പ ആ ഇൻഫ്ലുവൻസ് വന്ന സമയത്ത് മാത്രമേ ആ ഒരു അനുകമ്പ ആ ഒരു ലാൻഡ് ലേഡി സദാവുവിനോട് കാണിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് അതിനേക്കാൾ ഉപരി എന്താണ്, അൺകൈൻഡ്നെസ്, അവരുടെ സ്വഭാവം വളരെ മോശമായിരുന്നു. അതാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്, നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. എത്ര നല്ല കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാലും ഏറ്റവും മുൻപിൽ നിൽക്കുന്നത് നമ്മൾ ചെയ്തിരിക്കുന്ന ചീത്ത കാര്യമായിരുന്നു. എപ്പോഴും അങ്ങനെയാണ്, എവിടെ ചെന്നാലും, എത്ര കാലം കഴിഞ്ഞാലും. സോ ട്രൈ നോട്ട് ടു ഡു ബാഡ് തിങ്സ് ഇൻ യുവർ ലൈഫ്. അത് വളരെ ചെറുതാണെങ്കിൽ പോലും അത് മാത്രമേ മുഴച്ചു നിൽക്കുകയുള്ളൂ എന്നുള്ളത് നിങ്ങൾ എല്ലാവരും ഓർക്കുക. കാരണം ഇൻഫ്ലുവൻസ വന്നു, അത് ടേക്ക് കെയർ ചെയ്തു, പക്ഷെ അതല്ല സദാവുടെ മനസ്സിൽ നിൽക്കുന്നത്. അതിലൊരു അവരുടെ ചീത്ത സ്വഭാവമാണ് സദാവുടെ മനസ്സിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സദാവന് ആ ഒരു ലാൻഡ് ലേഡിയോട് തീരെ താല്പര്യമില്ലാത്തത്. Now he remembered the youthful, haggard face of his prisoner, white and repulsive. ആ ഒരു പ്രിസണറിനോടും അത് തന്നെയാണ് അദ്ദേഹത്തിന് ഫീലിംഗ് ഉണ്ടായത്, വൈറ്റ് ആൻഡ് റിപ്പൾസീവ്. ആ ഒരു വെള്ള എന്ന് പറയുന്ന നിറത്തോടാണ് അദ്ദേഹത്തിന് ദേഷ്യം. ലാൻഡ് ലേഡി അദ്ദേഹത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ വന്ന സമയത്ത് അദ്ദേഹത്തെ നോക്കുകയും പരിപാലിക്കുകയും ഒക്കെ ചെയ്തു. എന്നാൽ പോലും അദ്ദേഹത്തിന് ആ ലാൻഡ് ലേഡി എന്ന് പറയുന്നത് വൈറ്റ് ആണ്. She was white and she was repulsive. The same way, the youthful, haggard face of the prisoner, ആ പ്രിസണറിന്റെ മുഖവും വെള്ളയായിരുന്നു, വെള്ള കളറായിരുന്നു. അദ്ദേഹം റിപ്പൾസീവ് ആയിരുന്നു. Strange, he thought. I wonder why I could not kill him. വളരെ വളരെ വിചിത്രമായിട്ട് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ എന്തുകൊണ്ട് അദ്ദേഹത്തെ കൊന്നില്ല. Why I could not kill him. That ends. എന്തുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങളാണ് ചിന്തിച്ച് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇറ്റ് ഈസ് ബീങ് പുട്ട് ഫോർ യു. ആ ഒരു ചോദ്യം നമ്മൾ ഈ വായിക്കുന്ന വ്യക്തികളാണ് തീരുമാനിക്കേണ്ടത്. വൈ സദാവ് ഡിഡ് നോട്ട് കിൽ ദ വൈറ്റ് പ്രിസണർ, എന്തുകൊണ്ട് എന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത്. That's why it is a question at the end of the lesson. Strange, he thought. I wonder why I could not kill him. Yes, മനുഷ്യത്വം, അതായിരിക്കും ഹ്യൂമാനിറ്റി. യെസ്, വെരി ഗുഡ്, കറക്റ്റ് ആണ് അല്ലേ? അദ്ദേഹം അമേരിക്കയിൽ പോയി പഠിച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് വെറും മെഡിക്കൽ സയൻസ് മാത്രമല്ല. ഈ സ്റ്റഡീഡ് എല്ലാം ഇൻ ബിറ്റ്വീൻ. അദ്ദേഹം മനസ്സിലാക്കാതെ അന്തർലീനമായിട്ട് അദ്ദേഹം പഠിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റിയാണ്, ഹ്യൂമൻ കൈൻഡ്നെസ് ആണ്. കൈൻഡ്നെസ് ടുവേർഡ്സ് എവറി ഹ്യൂമൻ ബീയിങ്, എവറി ലിവിങ് ബീയിങ്. കൈൻഡ്നെസ് ടുവേർഡ്സ് എവറി ലിവിങ് ബീയിങ്. ജനറൽ ടക്കീമ എന്ന് പറയുന്ന വ്യക്തി വളരെ ക്രൂരനും ദുഷ്ടനും പൈശാചികവുമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. പിശാചിന്റെ ആൾസ്വരൂപമാണ് ആ ജനറൽ ടക്കീമ എന്ന് പറയുന്നത്. ഭാര്യയെ വളരെ അതിക്രൂരമായിട്ടാണ് അദ്ദേഹം നേരിട്ടുകൊണ്ടിരുന്നത്, കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഭാര്യയോട് ഒരു തരിമ്പ് സ്നേഹം പോലും ഉണ്ടായിരുന്നില്ല ജനറൽ ടക്കീമയ്ക്ക്. ആ സ്നേഹമില്ലായ്മ തന്നെയായിരുന്നു പ്രിസണർ ഓഫ് വാസിനോടും അദ്ദേഹം കാണിച്ചിരുന്നത്. എന്നിട്ട് പോലും അത്രയും ക്രൂരനും പിശാചിനെ പോലുള്ള ഒരു വ്യക്തിയെ അദ്ദേഹം ചികിത്സിച്ച് ഭേദമാക്കി. അത് നമുക്ക് പറയാം, അദ്ദേഹം ജാപ്പനീസുകാരനായിരിക്കാം അങ്ങനെ ചികിത്സിച്ച് ഭേദമാക്കിയത്. പക്ഷെ എന്തുകൊണ്ട് വൈറ്റ് ആൻഡ് റിപ്പൾസീവ് ആയിട്ടുള്ള ടോം എന്ന് പറയുന്ന ആ ഒരു പ്രിസണർ ഓഫ് വാറിനെ, അമേരിക്കൻ പ്രിസണർ ഓഫ് വാറിനെ അദ്ദേഹം ചികിത്സിച്ച് ഭേദമാക്കി? കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കണ്ടിരിക്കുന്ന എല്ലാ വെള്ളമുഖങ്ങളും അദ്ദേഹത്തോട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറിയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ അതിൽ പോലും എന്താണ്, ചെറിയ സ്നേഹത്തിന്റെ അംശങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. ടോക്കറ്റീവ് ആണ് മാത്രമേ ഉള്ളൂ. ആ ഒരു പ്രൊഫസറിന്റെ വൈഫ് ടോക്കറ്റീവ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ടോക്കറ്റീവ് എന്ന് പറയുന്നത് ഒരു എന്താണ് പറയാ, ഒരു വൈരാഗ്യത്തിന്
അല്ലെങ്കിൽ ദേഷ്യത്തിനോ ഉളവാക്കുന്ന ഒരു ഘടകമല്ല ടോക്കറ്റീവ് എന്ന് പറയുന്നത്. ആൾക്കാർ സംസാരിക്കും, അത് ചില ആൾക്കാരുടെ ഒരു പോരായ്മയായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റത്തില്ല, അല്ലേ? ഒരാളോട് ദേഷ്യം തോന്നാനായിട്ട് അതൊരു റീസൺ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, ടോക്കറ്റീവ് ആണെന്ന് പറഞ്ഞിട്ട്. ഹി വാസ് ട്രൈങ് ടു ബി കൈൻഡ് ടു പീപ്പിൾ ലൈക്ക് സദാവ്. അങ്ങനെയാണല്ലോ ഹനയെ കാണാനുള്ള ഒരു അവസരം ഉണ്ടായി കിട്ടിയത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ്. അദ്ദേഹം അമേരിക്കയിൽ പോയി 10 വർഷം പഠിച്ചതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന ഒരു നല്ല കാര്യം ഇത് കൂടിയാണ്. ഓക്കെ, ഈവൻ ദോ certain Americans are racist, not all of them are so എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോ അമേരിക്കയിൽ നടന്നു തുടങ്ങുന്ന ബ്ലാക്ക് ലൈഫ്സ് മാറ്റർ, BLM എന്ന് പറയുന്ന ആ ഒരു ഇത് തന്നെ നോക്കിയാൽ മതി. ഓക്കെ, അതിൽ ഏറ്റവും കൂടുതൽ ബ്ലാക്ക് ലൈഫ്സ് മാറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ഇത് പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി നിൽക്കുന്ന വ്യക്തികൾ എന്ന് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് ഭൂരിഭാഗം ആൾക്കാരും വൈറ്റ് ആയിട്ടുള്ള ഇതാണ്, അമേരിക്കൻസ് ആണ്. ഓക്കെ, വൈറ്റ് പ്രിവിലേജ് എന്നൊക്കെ പറയുന്നത് ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ, പോക്കറ്റ്സ് മാത്രമേ ഉള്ളൂ. അവരും അതിന്റെ ഭാഗമാണ് എന്നുള്ളതാണ്. അവരും ആൻഡ് അമേരിക്കയിൽ നടന്നിരിക്കുന്ന ആ ഒരു സിവിൽ വാർ തന്നെ എന്ന് നമുക്ക് നോക്കിയാൽ മതി. സിവിൽ വാർ തന്നെ എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്? മെയിൻലി സ്ലേവറിക്കൊക്കെ എതിരായിട്ട് കുറെ ആൾക്കാർ നിന്നപ്പോഴാണ്. അവിടെ എല്ലാവരും ഒരുപോലെ നിൽക്കണം, ഇറ്റ്സ് എ ഫ്രീ വേൾഡ് എന്നാണ് അമേരിക്കയൊക്കെ പറയുന്നത്. ഫ്രീ വേൾഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് അമെൻമെന്റ് എന്ന് പറയുന്നത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആണ്. ഓക്കെ, അവിടെ ഫസ്റ്റ് അമെൻമെന്റ് എന്ന് പറയുന്നത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആണ്. ബിലീവ് ഇൻ ഫ്രീഡം ഓഫ് സ്പീച്ച്. ആർക്കും എന്തും പറയാനുള്ള അവസരം അവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, സോ അതൊക്കെ 10 വർഷം സദാവോ അവിടെ പോയി നിന്ന് പഠിച്ച സമയത്ത് അദ്ദേഹം ഇൻകൾക്കേറ്റ് ചെയ്തിരിക്കുന്ന മൂല്യങ്ങളാണ് അതൊക്കെ. ആ ഒരു മൂല്യങ്ങളാണ് അദ്ദേഹം തിരിച്ച് ജപ്പാനിൽ വന്നപ്പോഴും അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. ആ പ്രിസണർ ഓഫ് വാർ മുമ്പിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു ജപ്പാനീസുകാരൻ എന്നതിലുപരി അദ്ദേഹം ഒരു ഡോക്ടറാണ് അദ്ദേഹം മാറിയത്. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയോട് അദ്ദേഹം കാണിച്ചിരിക്കുന്ന നീതിയാണ് നമുക്കവിടെ വ്യക്തമായി കാണാൻ സാധിക്കുന്നത്. ദാറ്റ് ഈസ് വാട്ട് സദാവോ ഇസ്. സദാവോ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ഒരു ഉത്തമ പുരുഷന്റെ ഒരു ഉദാഹരണമാണ്. ഉത്തമ പുരുഷൻ അല്ലെങ്കിൽ ഉത്തമ ഹ്യൂമൻ ബീങ്ങിന്റെ ഒരു ഉദാഹരണമാണ്. എങ്ങനെ ഒരു ഹ്യൂമൻ ബീങ് ഉണ്ടായിരിക്കണം എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് സദാവോ എന്ന് പറയുന്നത്. കാരണം ഈവൻ ദോ അവിടെ ഒരു ജാപ്പനീസുകാരനായിട്ടല്ല അദ്ദേഹം ആ ഒരു വ്യക്തിയെ, അല്ലെങ്കിൽ ഒരു അമേരിക്കൻ ആയിട്ടല്ല ആ ഒരു വ്യക്തിയെ കണ്ടത്. അദ്ദേഹത്തിന്റെ ഉത്തമൻ അദ്ദേഹം പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് ഒരു വ്യക്തിയുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ ആ ജീവൻ രക്ഷിക്കപ്പെടണം എന്നുള്ളത് ഉറച്ചു വിശ്വസിച്ച ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് സദാവിനെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദി എനിമി ബൈ പേൾ എസ് ബർക്ക്. I'll be posting the question and answers also for the enemy in the classroom. Okay. Ta-da, bye-bye, take care.